ടെക് സ്പേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ഇന്ന് ഞാൻ നാളെ AI ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കും, പക്ഷെ അതിനെക്കാട്ടി 3 ഇരട്ടി സ്പീഡിലായിരിക്കും നാളെ സംഭവിക്കുന്നത്. ഒരു ഗ്ലോബൽ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് ഡിപ്പാവുന്നുണ്ട്, കരിയർ സ്കോപ്പ് കുറയുന്നുണ്ട്, ഓർ ഈവൻ സ്കോപ്പ് ഓഫ് കരിയർ കൂടുന്നുണ്ടെങ്കിലും ദോസ് ആർ ഇൻ ഏരിയാസ് വേർ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സെക്ടറിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ്സ് വാട്ട് മേക്സ് മൂവ് ചെയ്യുക. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഓരോ സ്റ്റുഡൻസിനും അവരുടെ ഇൻട്രസ്റ്റ് അവരൊരു മോട്ടിവേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാ ഇവൻസിലും ഫോക്കസ് ചെയ്തായിരുന്നു, അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന്. ആദ്യം നമ്മുടെ ഒരു കഴിഞ്ഞൊരു സെമസ്റ്റർ വെച്ച് നോക്കുവാണെങ്കിൽ വുമൻ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 10 to 15% മാത്രമേ ഉള്ളായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഓപ്പൺ മൈക്ക് ആക്ച്വലി ഹെൽപ്പ് ലോട്ട്, സത്യം പറയാലോ. അതിൻ്റെ ശേഷമാണ് ഒരു 55 to 60% റേഷ്യോയിൽ ഇപ്പം വുമൻ പാർട്ടിസിപ്പേഷൻ ആണ്. ഐ വുഡ് സേ ഇറ്റ്സ് അൺബൗണ്ട്. കാരണം എന്തെങ്കിലും റീസൺസ് വെച്ച് ഞങ്ങൾ ബൗണ്ട് ചെയ്യുന്നില്ല, ലിമിറ്റ്ലെസ് ആണ്. അതിപ്പം ലേണിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒരു കമ്മ്യൂണിറ്റി ബോണ്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഇവൻറ്റ്സ് ആയാലും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നില്ല. എല്ലാത്തിലും നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അലോങ് വിത്ത് ദ ലേണിങ്സ്. Hi all, this is Arundhati and welcome you all to TinkerHub's Campus Spotlight series. ഈ സ്പോട്ട്ലൈറ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ക്യാമ്പസസ് ഓഫ് എവറി മന്ത് ടു ഷെയർ അവരുടെ സ്റ്റോറീസ്, ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രോത്ത്. ആൻഡ് ഇപ്രാവശ്യം നമ്മോടൊപ്പം ഉള്ളത് ജാനുവരിയിലെ ക്യാമ്പസ് ഓഫ് ദ മന്ത് ആയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളിയിലെ കോർ ടീമാണ്. ഹാൻഡിങ് ഓവർ ടു അഭിമന്യു, അവിടുത്തെ ക്യാമ്പസ് ലീഡ്, ടു ഷെയർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് യു ആൻഡ് യുവർ ടീം. ഹായ് ഗൈസ്, ഐ എം അഭിമന്യു. ആസ് അരുന്ധതി ഹാസ് മെൻഷൻഡ്, ഞാൻ TinkerHub കരുനാഗപ്പള്ളി ക്യാമ്പസിലെ ക്യാമ്പസ് ലീഡാണ്. I am a third year BTech CSE student and this is my WIT lead, handing over to her. So hello. So myself Malavika Sonal, I am the WIT lead of TinkerHub C Karunapalli, and ഞാനും third year student ആണ്. So handing over to co-lead of our campus. So hi, my name is Abhijit and I am the co-lead of TinkerHub C Karunapalli and ഞാനും second year student ആണ്. So നിങ്ങളുടെ ക്യാമ്പസിനെ ഒരു 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആ 1 വേർഡ്? I would say it's unbound. കാരണം എന്തെങ്കിലും റീസൺസ് വെച്ച് ഞങ്ങൾ ബൗണ്ട് ചെയ്യുന്നില്ല, ലിമിറ്റ്ലെസ് ആണ്. അതിപ്പം ലേണിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒരു കമ്മ്യൂണിറ്റി ബോണ്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഇവൻറ്റ്സ് ആയാലും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നില്ല. എല്ലാത്തിലും നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അലോങ് വിത്ത് ദ ലേണിങ്സ്. That's how we explain our community in one word. Tell us more about College of Engineering Karunapalli. Background wise പണ്ട് എങ്ങനെയായിരുന്നു? Has anything changed? അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ആസ്പിറേഷൻസ് എന്താണ്? What do they want to do? ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, സപ്പോർട്ടീവ് ആണോ? Tell us more about College of Engineering. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫാക്കൽറ്റീസിൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഫാക്കൽറ്റീസ് നല്ല സപ്പോർട്ടീവാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റിൽ എത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട്ലി നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ദ തിങ് ഈസ് സ്റ്റുഡൻസിൻ്റെ ഒരു ഓവറോൾ മെൻറ്റാലിറ്റിയാണ്. ഒരു എഞ്ചിനീയർ സ്റ്റുഡൻറ്റ് ഫ്രം മൈ പെർസ്പെക്റ്റീവ്, എല്ലാവർക്കും ടെക് എന്ന് പറയുമ്പം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബ് മാത്രമാണ്. എന്നാൽ അതിനും പുറമെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം സോഷ്യൽ ഗുഡിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയാത്തതല്ല, ആരും അത്ര ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു സ്പേസ് കിട്ടുന്നില്ല. സോ TinkerHub യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സംഭവം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. what they can do with tech for developing their own interest, അല്ലെങ്കിൽ for social good and those things. ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ അൺബൗണ്ട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒരു കോളേജിൽ കൊണ്ടുവരുന്ന പറയുന്ന നല്ല ലിമിറ്റേഷൻസ് കാര്യങ്ങൾ വരുന്നൊരു സംഭവം. ബട്ട് സ്റ്റിൽ വി വർ ഏബിൾ ടു പുട്ട് ദാറ്റ് ഓൺ. സോ ഫാക്കൽറ്റി സൈഡിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ ഒരു ചേഞ്ച് എന്ന് പറയുവാണെങ്കിൽ പ്രീസീഡിങ് ഇയേഴ്സിലെല്ലാം വുമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ പോലും ആരും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, നമ്മൾ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു വർഷത്തെ ചേഞ്ച് നോക്കുവാണെങ്കിൽ ഒരു TinkerHub ഇവൻ നടത്തുവാണെങ്കിൽ എബവ് 50% ഫുൾ വുമൻസ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് വി വെയർ ഏബിൾ ടു പുട്ട് അപ്പ്. സ്റ്റുഡൻസിന് സ്വയം ഇൻട്രസ്റ്റ് തോന്നി വരാൻ തോന്നുന്നുണ്ട്. ആൻഡ് അവരെ TinkerHub എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫാമിലിയാണ്. ഇപ്പം ക്യാമ്പസിൽ അടുത്ത് വെച്ചാൽ ദേ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ടു ദം. ഭയങ്കര ആ ഒരു സംഭവം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ ജാനുവരിയിലെ ക്യാമ്പസ് ഓഫ് മന്തിന് വി ഹാവ് മീഡിയമിൽ ബ്ലോഗ്സ്. സോ ഇപ്രാവശ്യം ബ്ലോഗ് എഴുതുമ്പോഴായിരുന്നു ഐ വാസ് ക്ലോസ്ലി ലുക്കിംഗ് ഇൻ ടു നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസും നമ്പേഴ്സ് എല്ലാം. വൺ തിങ് ദാറ്റ് റിയലി സ്ട്രൈക്ഡ് ഔട്ട് വാസ് ദ നെയിം ഓഫ് കുറേ ഇവൻറ്റ്സ് വണക്കം ചെല്ലും, പിന്നെ മ്യൂസിക് വിത്ത് കോഡ്, ഇഫ് ഐ എം നോട്ട് റോങ്. സോ
എന്താണ് വാട്ട് ഇസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഇവൻറ്റ്സ് നടത്തുന്നതും ആൻഡ് ദ നെയിമിങ് ഹൂ കംസ് അപ്പ് വിത്ത് ദ നെയിംസ്? സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ വണക്കം ചെല്ലം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ലൈക്ക് ഞങ്ങൾ സീരീസ് ഓഫ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് സാധനം ലൈക്ക് ഒരുപാട് എൻഗേജിങ് ആക്കണം, പിള്ളേർക്ക് ലൈക്ക് എല്ലാവർക്കും ആണെങ്കിൽ കോഡിനുപരി ലൈക്ക് എല്ലാ ഫസ്റ്റ് ഇയേഴ്സ് ആണ് ലൈക്ക് മോസ്റ്റ് പ്രോബ്ലി ടാർഗറ്റ് ഫസ്റ്റ് ഇയേഴ്സ്. ആ കേസിൽ ഫസ്റ്റ് ഇയേഴ്സിൽ ലൈക്ക് ബിഗിനിങ് സ്റ്റേജിൽ ലൈക്ക് അവർക്കൊരു അൺസർട്ടനിറ്റി സംഭവമായിരിക്കും. അപ്പോൾ ആ കേസിൽ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഈ കോഡ് കാര്യങ്ങൾ ലൈക്ക് ലേണിംഗ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് പാരലി, ബട്ട് സ്റ്റിൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് വീക്ക് എന്താണ് അവരുടെ സിറ്റുവേഷൻ, അവർക്ക് മനസ്സിലാവുന്നുണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഐഡിയ എന്താണ്, ലൈക്ക് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കുറച്ച് ചിൽ വൈബിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണക്കം ചെല്ലം ലോഞ്ച് ചെയ്തത്. അപ്പോൾ വണക്കം ചെല്ലം ലോഞ്ച് ചെയ്ത് ലൈക്ക് ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ഞങ്ങൾ പറഞ്ഞ കണക്കാണ് ഞങ്ങൾ എന്ത് ഇവൻറ്റ് കണ്ടക്ട് ചെയ്താൽ ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫാമിലി സ്റ്റഫ്. ഓക്കെ, അപ്പോൾ ലൈക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ലൈക്ക് ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ലൈക്ക് ദ പാർട്ടിസിപ്പേഷൻ വാസ് സോ ഗുഡ് ആൻഡ് ഓൾസോ ഇപ്പം ഞങ്ങൾ കുറച്ച് കാലമായിട്ട് പരിപാടി നടത്തുന്നില്ല. അപ്പോൾ പാർട്ടിസിപ്പേഷൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്, ചേട്ടാ വണക്കം ചെല്ലം നടത്തുന്നില്ലേ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ആ ഒരു വൈബാണ് ഇതൊക്കെ. അപ്പം ലൈക്ക് അതുകൊണ്ടാണ് ആ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെയൊക്കെ പിടിക്കുന്നത്. പിന്നെ മോറോവർ ടെക് ഞങ്ങൾ സംസാരിക്കുന്ന കൂടുതലും അവരുടെ പ്രശ്നങ്ങൾ ലൈക്ക് ഞങ്ങളൊരു ടോപ്പിക് എടുത്തിടുമായിരിക്കും, എന്തെങ്കിലും ടോപ്പിക്. അപ്പോൾ അവർ പ്രൈമറി എയിം ഇസ് ടു ലൈക്ക് ഗെറ്റ് ദ ഇമോഷൻസ് ഫ്രം ദം ആൻഡ് അവരെന്താണ് പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യുന്നത്, ആ സാധനമായിരിക്കും ഞങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. ലൈക്ക് എന്നിട്ട് ആ സാധനമായിരിക്കും ഞങ്ങൾ പാരലലി ലേണിംഗ് സൈക്കിളിലും പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് ദി വണക്കം ചെല്ലം തിങ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ ഇവൻസിൻ്റെ പേര്. ഇവൻസിൻ്റെ പേര് ലൈക്ക് ആക്ച്വലി ഞങ്ങൾ ടീമിൻ്റെ കാര്യം പറയണം. അതിന് വേണ്ടിയിട്ട് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാവരും ചില്ല് വൈബിലുള്ള ആൾക്കാരാണ്, എല്ലാവരും ലൈക്ക് ഭയങ്കര പ്രൊഫഷണൽ സാധനമൊന്നുമല്ല. ലൈക്ക് ഞാൻ വന്ന സമയത്ത് ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. ഞാൻ പ്രൂഫ് നമുക്ക് അത് നടക്കണം, ഭയങ്കര പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ലൈക്ക് ഇവരുടെ ലൈക്ക് വൈബിൽ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കുറച്ചും കൂടെ ചിൽ മൈൻഡായിരിക്കും, ലൈക്ക് ഭയങ്കര റിലാക്സിങ് മൈൻഡ്, ആ ഒരു വൈബ് അവർക്ക്. അപ്പോൾ ലൈക്ക് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ പ്രൊഫഷണൽ ആവാത്ത എന്താ. പക്ഷേ അതിന് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് എന്നല്ല, ലൈക്ക് മറ്റേ കാര്യം കുറച്ചും കൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു സീനിയർ ജൂനിയർ ബന്ധം അല്ലെങ്കിൽ ഒരു ലൈക്ക് അങ്ങനെ ഹയറാർക്കി പോലെ അല്ലാണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ലൈക്ക് കൂടുതൽ ബോണ്ടാവാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞങ്ങളിപ്പോൾ ഈ ഇവൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും ഇവൻറ്റ്സിൽ അവർ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളെല്ലാം കൂടുതലും ഓപ്പണായിട്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഓപ്പണായിട്ട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ വൈബാക്കാൻ വേണ്ടിയിട്ട് പേരുകൾ ഞങ്ങൾ കുറച്ച് അധികം എഫോർട്ട് ഇടും പേരിടാനായിട്ട്. അപ്പോൾ പേരിടുന്നതിലേക്ക് ഒരുവിധം ഫണ്ണാക്കി ഇടാം. അപ്പോൾ കൂടുതൽ അവർക്കൊരു ക്യൂരിയോസിറ്റി വരാം. അപ്പോൾ ആ ക്യൂരിയോസിറ്റി വെച്ചിട്ട് ബിൽഡ് ചെയ്താൽ മേ ബി അവർക്കതൊരു എന്തുവാണെന്ന് അറിയാവുന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഫസ്റ്റ് തുടങ്ങിയ ഇടയ്ക്ക് ഒരു വൈബ് പേരായിരുന്നു, ഒരു കട്ടനും മഴയും ജോൺസൺ മാഷൻ്റെ പാട്ട് സാധനം സംതിങ്. ആ സാധനം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് അതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ഔട്ട് ചെയ്യുന്ന സാധനമായിരുന്നു. അപ്പോൾ ഒരുപാട് കോളേജസിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കോൾ വരികയും ചെയ്തായിരുന്നു. ലൈക്ക് എന്തുകൊണ്ട് പരിപാടി സംഭവം ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ പേര്. അപ്പോൾ ലൈക്ക് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ലൈക്ക് ഒരു റെയിനി സീസൺ സംഭവമായിരുന്നു. അങ്ങനെ വന്ന ഒരു ഐഡിയയാണ്. അപ്പോൾ കൂടുതൽ അത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് അലൈൻ ചെയ്ത ആൾക്കാരുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അവർ കുറച്ചും കൂടെ നമ്മളായിട്ട് ബോണ്ടഡ് ആവും. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്ത്. ടെൽ us more about കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഉള്ള സ്റ്റുഡൻസ് എല്ലാ ഇയേഴ്സിൽ നിന്നും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണോ, ഓർ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇയറിലെ സ്റ്റുഡൻസ് ആണോ ചേട്ടാ ചേച്ചി ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് കൂടുതലും ഏർജ് കാണിക്കുന്നത്? കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രക്ചർ ആൻഡ് ഫോർമാറ്റ് എങ്ങനെയാണ്? ഇപ്പം കൂടുതലും ലൈക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ഫസ്റ്റ് ഇയേഴ്സാണ്. ലൈക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കറൻ്റ്ലി പാർട്ടിസിപ്പേഷൻ കുറവെന്ന് പറയുന്നത് എനിക്ക് ഫോർത്ത് ഇയേഴ്സിൽ നിന്നായിരിക്കും. ബാക്കി എല്ലാ ഇയേഴ്സിൽ നിന്നും അത്യാവശ്യം നല്ല പാർട്ടിസിപ്പേഷൻ തന്നെ ഉണ്ട്. പിന്നെ കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് ഇയേഴ്സ് തന്നെ. ഇപ്പോൾ എന്തൊരു ഇതുണ്ടെങ്കിലും ഇപ്പോൾ ഹാക്കത്തോൺ ആണെങ്കിൽ തന്നെ മെജോറിറ്റി ഓഫ് പാർട്ടിസിപ്പൻസും ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിൽ നിന്നായിരിക്കും. സോ ഐ തിങ്ക് ഫസ്റ്റ് ഇയേഴ്സ്. ജനറലി രണ്ട് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ നടത്താറുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സും മറ്റത് ലേണിംഗ് ഇവൻറ്റ്സും. ഓൾദോ ടിങ്കർ ഹബ് കുറച്ചും കൂടെ ഏർജ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ത്രൂ ലേണിംഗ് കുറച്ചുകൂടെ സ്റ്റുഡൻസിലോട്ട് എത്തിക്കാനാണെങ്കിലും സ്റ്റുഡൻസിന് കുറച്ചും കൂടെ മേ ബി താല്പര്യം കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാനാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ബാലൻസ് കണ്ടുപിടിക്കുന്നത് രണ്ടിൻ്റെയും ഇടയിൽ? ഓക്കെ, സോ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് നേരത്തെ തന്നെ ജോൺസൺ മാഷിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞു, പിന്നെ മ്യൂസിക് വിത്ത് ആ ഒരു സംഭവം പറഞ്ഞു. സോ ഞങ്ങൾ ടെക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ഒരു കമ്മ്യൂണിറ്റിയും കൂടെ കലാലയത്തിലുള്ള ടൈപ്പാണ്. മെയിൻ തിങ് എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. മ്യൂസിക് വിത്ത് ടെക് എന്ന് പറയുന്ന ഒരു സംഭവം, അത് സത്യം പറഞ്ഞാൽ ആദ്യമേ ഞങ്ങൾ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞു. മ്യൂസിക് ലൈക്ക് ഞങ്ങളുടെ ഔട്ട്രീഷൻ ജൊഹാൻ
ഹീസ് ലൈക്ക് സൗണ്ട് ആ ഒരു സ്റ്റഫിൽ നല്ല പ്രോയാണ്. സോ ഹി വാസ് ടേക്കിംഗ് ദ സെഷൻ, മ്യൂസിക്കിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് ആദ്യം ഒരു കമ്മ്യൂണിറ്റി രീതിയിൽ പോയി. പിന്നെ അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, സോ ഈ മ്യൂസിക്കിൽ നമുക്ക് ടെക് കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് പിന്നെ ആ ഒരു ലേണിംഗ് സൈഡിലോട്ട് പോയി. സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു സ്പാനിൽ നടത്തിയിട്ടുള്ള അങ്ങനെ കുറേ ഇവൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയും ടെക്കും കൂടെ എങ്ങനെ കോക്സിസ്റ്റ് ചെയ്ത് നമുക്കൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാം, അതിലായിരുന്നു കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നത്. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു കൂടുതലും ഈ ഒരു ഇയർ ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ് ഔട്ട്. നമ്മൾ ആക്ടിവിറ്റീസ് വൈസ് നമ്പേഴ്സ് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നിങ്ങളുടെ കോർ ടീം വന്നതിന് ശേഷം എത്ര ആക്ടിവിറ്റീസ് ഓർ ലേണിംഗ് പ്രോഗ്രാംസ് നടന്നിട്ടുണ്ട്, ഓർ കമ്മ്യൂണിറ്റി എത്രത്തോളം ഗ്രോ ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്? ലൈക്ക് ഇൻ ടേംസ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് പാസ്റ്റ് സെമസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ലൈക്ക് എനിക്ക് തോന്നുന്നു ലൈക്ക് 168 മെമ്പേഴ്സ്. ലൈക്ക് ആദ്യം കുറച്ച് പേരുണ്ടായിരുന്നു, ലൈക്ക് ഒരു 10 to 20 മെമ്പേഴ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ആലോചിക്കുമോ എല്ലാ കോളേജിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നിരിക്കുമായിരുന്നു. പക്ഷേ ലൈക്ക് സ്ലോലി ലൈക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയാം. ഓരോ ഇവൻറ്റ്സ് നടക്കുമ്പോഴും ലൈക്ക് ഓരോരുത്തർ ലൈക്ക് ആ 20 ആൾക്കാരിൽ നിന്ന് തന്നെ ആയിരിക്കും സാധനം ഗ്രോ ചെയ്ത് പോയത്. ഓക്കെ, അപ്പം ഞങ്ങളാണെങ്കിൽ ലൈക്ക് പബ്ലിസിറ്റി ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ഔട്ട് റീച്ച്, ബട്ട് സ്റ്റിൽ ഒരാളുടെ എക്സ്പീരിയൻസ് ഒരാൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കിട്ടത്തില്ല, നമ്മൾ ഈ ഔട്ട് റീച്ച് ചെയ്യുന്ന സാധനം കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ലൈക്ക് എത്ര സെറ്റ് ഓഫ് ആൾക്കാരുണ്ടോ അതിൽ മാക്സിമം ഞങ്ങൾ ഇൻപുട്ട് കൊടുക്കും. അത് എപ്പോഴും നമ്മൾ ടിങ്കർ ഹബിൻ്റെ മോട്ടാണെങ്കിൽ തന്നെ എത്രത്തോളം മിനിമം ആൾക്കാരുണ്ടോ അവരിലെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതി സംഭവം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഞങ്ങളപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റി. ലൈക്ക് പാരലലി ലൈക്ക് 20 ഇപ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ലൈക്ക് 168 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആൻഡ് വി സോ പ്രൗഡ് ഓഫ് ദാറ്റ് ആക്ച്വലി. ആൻഡ് ഓൾസോ ലൈക്ക് ആക്ടിവിറ്റീസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്കിപ്പം ലേണിംഗ് സൈക്കിൾസ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ഓപ്പൺ മൈക്ക് നടക്കുന്നുണ്ട്. പാരലലി ലൈക്ക് ഒരു ലേണിംഗ് സൈക്കിൾ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ്ലെസ് പ്രൊജക്റ്റ് നടത്തിയായിരുന്നു, ടിങ്കർ ഹാക്ക് നടത്തിയായിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ലേണിംഗ് സൈക്കിൾസ് നടത്തിയായിരുന്നു. ലൈക്ക് ഫണ്ടമെൻറ്റൽസ് ആയിരിക്കും, ലൈക്ക് ഫണ്ടമെൻറ്റ്സ് ആണല്ലോ അവർക്ക് വേണ്ട. ലൈക്ക് ബേസിക്കലി എങ്ങനെ തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര തവണ ഫണ്ടമെൻറ്റ്സ് പറഞ്ഞാൽ ലൈക്ക് അത്രത്തോളം ലൈക്ക് അവർക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും സാധനം. അപ്പം അതോടെ ഞങ്ങൾ 2 തവണ സാധനം നടത്തിയായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ ലൈക്ക് കൂടുതലും ഹാൻഡിൽ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ലൈക്ക് ഞങ്ങൾ തന്നെ ആയിരുന്നു എല്ലാ സാധനങ്ങളിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് ഒരു സെഷനും കണ്ട് നമുക്ക് ലൈക്ക് ഞങ്ങളൊരു അലുമിനിയുടെ സപ്പോർട്ട് സീക്ക് ചെയ്തായിരുന്നു. ലൈക്ക് ഒരു ഹാർഡ്വെയറിൻ്റെ സെഷനായിരുന്നു. അപ്പം പുള്ളി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നടന്നു. സോ അങ്ങനെയൊക്കെയാണ് ലേണിംഗ് സൈക്കിൾ കാര്യങ്ങൾ നടന്നത്. ജനറലി ലേണിംഗ് പ്രോഗ്രാംസ് നടത്തുമ്പോൾ ക്യാമ്പസസ് ഓർ കോർ ടീം ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ആ നോളജ് ട്രാൻസ്ഫർ ചെയ്യാൻ ക്യാമ്പസിനകത്ത് തന്നെ ഒരു പൂൾ ഓഫ് മെൻറ്റേഴ്സ് ഓർ സ്റ്റുഡൻസ് പേഴ്സെ ഇല്ലാത്തതിൻ്റേതായ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ റേസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ലേണിംഗ് പ്രോഗ്രാംസ് നടത്തുമ്പോഴോ ഓർ റെക്കറിംഗ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോഴോ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ക്യാമ്പസിനകത്ത് തന്നെ നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ടോ, ഓർ ഡു യു ആക്ച്വലി റീച്ച് ഔട്ട് ടു പീപ്പിൾ ഔട്ട്സൈഡ് ആൻഡ് പുറത്തുനിന്ന് ഹെൽപ്പ് കിട്ടാറുണ്ടോ? വാട്ട് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് മെൻറ്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട്? മെൻറ്റർഷിപ്പിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് ടെക് സൈഡിലാണെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡിലാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ തന്നെ ആൾക്കാരുണ്ട്. പക്ഷേ ഹാർഡ്വെയറിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്, ബട്ട് സ്റ്റിൽ ആൾക്കാരുണ്ട്. ബട്ട് സോഫ്റ്റ്വെയർ സൈഡിലാണെങ്കിൽ വി ഹാവ് പ്രിറ്റി ഗുഡ് പീപ്പിൾ. കമ്മിങ് ടു വുമൺ ഇൻ ടെക്, അഭിമന്യു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർ ദാൻ 50% ഓഫ് മെമ്പേഴ്സ് വിമൻ ആണ് ഓർ പാർട്ടിസിപ്പേഷൻ ഇസ് എമംഗ് വിമൻ. ബട്ട് ഗിവൺ ദ സെയിം എന്തെങ്കിലും സ്പെസിഫിക് മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ ടു എൻഷുർ ദാറ്റ് ഒരു പ്രോപ്പർ ജെൻഡർ റേഷ്യോ മാനേജ് ആവണം, ഓർ ഇസ് ഇറ്റ് ലൈക്ക് ഫ്രം സ്റ്റാർട്ട് ഇറ്റ് സെൽഫ് സെയിം നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ തന്നെ ആയിരുന്നു ഫ്രം ഈദർ ജെൻഡർ? ആദ്യം ലൈക്ക് നമ്മുടെ ഒരു കഴിഞ്ഞൊരു സെമസ്റ്റർ വെച്ച് നോക്കുവാണെങ്കിൽ വിമൻ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 10 to 15% മാത്രമേ ഉള്ളായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഓപ്പൺ മൈക്ക് ആക്ച്വലി ഹെൽപ്പ് ലോട്ട്, സത്യം പറയാലോ. ലൈക്ക് അതിൻ്റെ ശേഷമാണ് ഒരു 55 to 60% റേഷ്യോയിൽ ഇപ്പം വിമൻ പാർട്ടിസിപ്പേഷൻ ആണ്. ഓപ്പൺ മൈക്കിനൊക്കെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ആൻഡ് മെയിൻലി ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. അവർ ഭയങ്കര വന്നതും കൂടെ ഉള്ളതുകൊണ്ട് ദേ ആർ ലൈക്ക് എന്താണുള്ളൊരിത്. പിന്നെ എല്ലാ ഇയറിൽ ഐ തിങ്ക് അങ്ങനെ നമ്മൾ ജനറലി മേക്കർ കൾച്ചറും മേക്കർ സ്റ്റോറീസൊക്കെ ഫൗണ്ടേഷൻ സൈഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നിങ്ങളുടെ ക്യാമ്പിനായാലും ജസ്റ്റ് ക്യാമ്പസിനകത്ത് നിങ്ങൾ നടത്തേണ്ട ആക്ടിവിറ്റീസ് ഓർ ഇവൻറ്റ്സ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് ഒരു ബിഗർ പിക്ചർ ആസ് ഇൻ വേൾഡ് ഇപ്പോൾ എങ്ങോട്ടാണ് ഹെഡഡ് എന്നതിനെ പറ്റിയും നിങ്ങൾക്ക് ഫർദർ എന്ത് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നതെല്ലാം വി ഡിസ്കസ് ഇൻറ്റേർണലി ആൻഡ് നിങ്ങളുടെ അടുത്തായാലും. സോ ആസ് എ കോർ ടീം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ആ വിഷൻ ഉണ്ടോ വേർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി ഷുഡ് ബി ഹെഡഡ്, എന്ത് പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് കോർ ടീമിന് ഉണ്ടാവും. സോ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഗോയിങ് ഫർദർ എന്ത് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ഓർ learning should ideally happen in a college
വേർ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട്. ഒരു ഗ്ലോബൽ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് ഡിപ്പാവുന്നുണ്ട്. കരിയർ സ്കോപ്പ് കുറയുന്നുണ്ട്, ഓർ ഈവൻ സ്കോപ്പ് ഓഫ് കരിയർ കൂടുന്നുണ്ടെങ്കിലും ദോസ് ആർ ഇൻ ഏരിയാസ് വെയർ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സെക്ടറിൽ. സോ അതിനെന്തെങ്കിലും മെഷേഴ്സ് നിങ്ങൾ ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ടോ, ഓർ വാട്ട് ആർ ദി ഗോയിങ് ഫർദർ, എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രോഗ്രാം പ്ലാൻ ആൻഡ് ആക്ഷൻ എന്തെങ്കിലും? ഓക്കെ, സോ ലൈക്ക് ടെക് സ്പേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ഇന്ന് ഞാൻ നാളെ AI ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കും, പക്ഷെ അതിനെക്കാട്ടി 3 ഇരട്ടി സ്പീഡിലായിരിക്കും നാളെ സംഭവിക്കുന്നത്. സോ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ആദ്യമേ തന്നെ ഞങ്ങൾ ആ ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും, കമ്മ്യൂണിറ്റി ടെക് ആ ഒരു കൾച്ചറിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിലോട്ട് എത്താൻ ആദ്യമേ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്. എൻ്റെ ഒരു ക്യാമ്പസിലെ ഒരു അവസ്ഥ ഞാൻ പറയുക, സ്റ്റുഡൻസിനെല്ലാം ഒരു കയറി സെക്കൻഡ് ഇയർ, ഞങ്ങൾ ഇപ്പം മാളവി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയറിലാണ് കൂടുതൽ പാർട്ടിസിപ്പേഷൻ. ഫസ്റ്റ് ഇയറിൽ ഫ്രഷ് ആയിട്ട് വരിക, സ്കൂൾ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വരിക. സ്കൂളിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ക്വസ്റ്റ്യൻസ് ചോദിക്കും, വാട്ട്, ഹൗ, വെയർ, വൈ. നമ്മളെല്ലാവരും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്രിട്ടിക്കൽ തിങ്കബിലിറ്റി ആയാലും ക്രിയേറ്റീവ് സൈഡൊക്കെ ഭയങ്കര ഡൗൺ ആവും. എൻ്റെ ഒരു ക്യാമ്പസിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു സംഭവമാണ്. സോ എനിക്ക് ലൈക്ക് ഈ ഒരു കഴിഞ്ഞ വർഷത്തോട് ലൈക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് വി പ്ലാൻ വാസ്, വരുന്ന ഇയേഴ്സിൻ്റെ സ്റ്റുഡൻസിനെ അത് ഡ്രോപ്പ് ആവാതെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം വി വെയർ ട്രൈങ് ടു കം അപ്പ് ഓഫ്. ആൻഡ് അനദർ തിങ് ഈസ് ലൈക്ക് ടെക്ക് പഠിക്കുക. ലൈക്ക് എന്തായാലും ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സാണ്, അത് പഠിക്കുന്ന കോഴ്സ് അതാണ്. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് പക്ഷേ കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, മാളവയ്ക്ക് സൈക്കോളജി ഇഷ്ടമാണ്, അഭയത്തിനും ഗാർഡനിങ് ഇഷ്ടമാണ്. എന്നാൽ ടെക് യൂസ് ചെയ്ത് അതിലെന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്തുകൂടെ? ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പം ലൈക്ക് ഇവൻസിന് വരാത്ത റീസൺ ഞാൻ ചോദിച്ചു പറഞ്ഞത് വെച്ചാൽ, ചേട്ടാ എനിക്ക് ടെക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ദെൻ വൈ ആർ യു ഡു ഇൻ ദിസ് കോഴ്സ്? ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് 4 വർഷം എന്തായാലും യു ആർ സ്പെൻഡിങ് ഇൻ ദിസ്. അറ്റ്ലീസ്റ്റ് അത് യൂസ് ചെയ്ത് അതിലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു സംഭവം യൂസ് ചെയ്ത് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാം. സോ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഫിറ്റ് ടെക് എന്നുള്ളൊരു സാധനം. നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ്സ് വാട്ട് മേക്സ് ഹൂ വി ആർ. എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് സ്പേസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എഞ്ചിനീയർ വന്നതിന് ശേഷം എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും എൻ്റെ ഒരു മോട്ടിവേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഫ്യൂച്ചറിൽ ഞാൻ പഠിക്കുന്ന ഈ സ്കിൽസ് എല്ലാം യൂസ് ചെയ്ത് എനിക്ക് സ്പേസിൽ എന്തെങ്കിലും ഒരു എൻ്റെ ഇൻട്രസ്റ്റ് ഡൊമൈനിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു വിശ്വാസമുണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് മീ ഗോയിങ് ഓൺ ഇൻ ദിസ് സ്പേസ്. അതേപോലെ ഓരോ സ്റ്റുഡൻസിനും അവരുടെ ഇൻട്രസ്റ്റ് അവരൊരു മോട്ടിവേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാ ഇവൻസിലും ഫോക്കസ് ചെയ്തായിരുന്നു, അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന്. യാ, ഒരു സിനാരിയോ തരാണ്. ഇഫ് നിങ്ങളിപ്പം കോട്ടയം വിത്തിൻ ഒരു ക്യാമ്പസാണ്, ഇൻ കേരളയാണ്, നിങ്ങളുടേതായ ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ടാവും ഇൻ ടേംസ് ഓഫ് ഫണ്ട്, റിസോഴ്സസ് എല്ലാം. ബട്ട് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസ്ട്രെയിൻസും ഇല്ല, യു ഹാവ് അൺലിമിറ്റഡ് എവറിത്തിങ് എന്നൊരു സിറ്റുവേഷനിൽ what is one program that you wish to conduct in your campus? What is that huge idea? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് റിസോഴ്സ് ലിമിറ്റേഷൻ ആണ് സ്റ്റുഡൻസ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ചേട്ടാ ഞങ്ങൾക്ക് ഇന്ന സംഭവം ഇല്ല ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലാബ്സ് ഇല്ലാത്ത കുട്ടികളുടെ കാര്യം പറയും. അപ്പോൾ ഞങ്ങൾ കോളേജ് സിസ്റ്റം എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. എന്നാലും സിസ്റ്റം സ്പെക്സ് ഒക്കെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ലൈക്ക് ഇപ്പം ഹാർഡ്വെയർ ചെയ്യേണ്ട പിള്ളേർക്കാണെങ്കിൽ അവർക്ക് വേണ്ട റിസോഴ്സ് എല്ലാം കൊടുക്കുന്നു, വേണ്ട ഹാർഡ്വെയർ കൊടുക്കുന്നു. സോഫ്റ്റ്വെയർ വേണ്ട പിള്ളേർക്കാണെങ്കിൽ ലൈക്ക് ഇപ്പം ഹൈ എൻഡ് സാധനങ്ങൾ ചെയ്യണമെങ്കിൽ ആ സംഭവം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ലൈക്ക് വാട്ട് ദേ വോണ്ട് ടു ലേൺ അത് അപ്പം തന്നെ മുന്നിൽ കൊണ്ട് കൊടുക്കുന്നു, പഠിച്ചോ. യാ, ആൻഡ് ആ ഒരു ഡൊമൈൻ ഞാൻ പറഞ്ഞില്ല, ടെക് പഠിക്കുന്നല്ല. ഇപ്പോൾ എനിക്ക് സൈക്കോളജി ഇഷ്ടമാണ്, ഓക്കെ, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു സബ്സിക്വൻസ് സാധനമാണ്. ലൈക്ക് ഇപ്പം മാറിക്കൊണ്ട് ഡിമോണ്ടി നമുക്ക് എൻ്റെ ഒരു വ്യൂവിൽ നമുക്ക് സർവേ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഇൻട്രസ്റ്റിൽ ടെക് യൂസ് ചെയ്തിട്ട് കുറേ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാം. അങ്ങനെ ഒരു സർവൈബിലിറ്റി ചാൻസ് കൂട്ടാൻ പറ്റും നമുക്ക്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇൻട്രസ്റ്റിന് നമ്മൾ ഒരുപാട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. എനിക്ക് സ്പേസ് ഇഷ്ടമായതുകൊണ്ട് ഒരു ദിവസത്തിൽ 50% എൻ്റെ തോട്ട്സ് എല്ലാം അത് റിലേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എൻ്റെ മൈൻഡ് ചകഞ്ഞു പോകാറുണ്ട്. സോ അത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ആൻഡ് ഇഫ് someone were able to use that, നമുക്ക് കുറേ കാര്യങ്ങളൊന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ അതൊരു സർവൈബിലിറ്റി ചാൻസ് കൂട്ടും. അതും കൂടെ ഞാൻ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പറയും ആ സാധനം, ആ ഒരു ക്വസ്റ്റ്യൻ കൗണ്ടർ ചെയ്തു. മാളവികയുടെ ബിഗ് ഐഡിയ? ഞാൻ മറ്റേ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് തന്നെ ആയിരിക്കും. എനിക്കിപ്പോൾ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേ ബി അത് തന്നെ ആയിരിക്കും. ലൈക്ക് ഇന്നൊരു സംഭവം എന്നില്ല, ആർക്കാണെങ്കിലും എന്തുകൊണ്ടെങ്കിലും ബിൽഡ് ചെയ്യാം. ലൈക്ക് ഓരോരുത്തർക്ക് ഇപ്പോൾ ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ജസ്റ്റ് ആ ഒരു സംഭവം തന്നെ. റിസോഴ്സസ് ഉണ്ടല്ലോ, പിന്നെ മെൻറ്റേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ നമുക്ക് എൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ സിമിലർ ഹാക്കത്തോൺ സ്റ്റെപ്സ് തന്നെ. ബട്ട് സ്റ്റിൽ അതിലുപരി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു
ഇൻസ്പയറിങ് സാധനം വേണമെങ്കിൽ ചെയ്യാമല്ലോ. അതായത് ഇപ്പം റിസോഴ്സ് എല്ലാം ഉണ്ട്, ലൈക്ക് അതിന് സെറ്റപ്പ് ആൾക്കാരുണ്ടെങ്കിൽ, ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ ആൾക്കാരുണ്ടെങ്കിൽ, ലൈക്ക് ഇന്ന സ്റ്റഫിൽ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ചെയ്തതാണോ, ലൈക്ക് ഈ ടെക് സൈഡിൽ തന്നെ ടെക് ജയൻസിനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഫ്യൂ വേർഡ്സ് സംസാരിച്ചാൽ തന്നെ ആക്ച്വലി ഒരു ലൈക്ക് ഹാക്കത്തോണിനുപരി അവർക്ക് ലൈക്ക് എന്താ ഒരു ന്യൂ വേൾഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, ആ പെർസ്പെക്റ്റീവ് സാധനങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതൊരു അടിപൊളി സാധനമായിരുന്നു. പിന്നെ ലൈക്ക് അവരുടെ എക്സ്പീരിയൻസ് സാധനങ്ങൾ ലൈക്ക് അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ. പിന്നെ ലൈക്ക് വൈബ് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിന് ഹാക്കത്തോണുപരി ലൈക്ക് ടോക്ക് സെഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരുന്നു. ബാക്കി ഹാക്കത്തോൺ വൈബ് പിന്നെ പോട്ടെ. When you Tingera campus lead ആയിട്ട് it's been like 7-8 months ആയിട്ടുണ്ട്. And you have already engaged in 3 camps, 2 exclusively for campus leads and 1 for the entire core team. So ഫൗണ്ടേഷനിലെ ആൾക്കാരെടുത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ച് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അഭിമന്യുവിനാണ്. ഹാസ് എനിത്തിങ് ചേഞ്ച്ഡ് ഇൻ ദ വേ യു തിങ്ക്? ടിങ്കറബിൻ്റെ ഒരു കോർ ടീം മെമ്പർ ആവുന്നതിന് മുന്നേയും അതിന് ശേഷവും ഒത്തിരി ഡയലോഗ്സിൻ്റെ പാർട്ടായിട്ടുണ്ട്. യു ആസ് എ പേഴ്സൺ, വാട്ട് ഇസ് മേക്ക് എ കൾച്ചർ, വെയർ വേൾഡ് ഇസ് ഹെഡഡ് എക്സെട്ര, ഒത്തിരി കോൺവെർസേഷൻ്റെ പാർട്ടായിട്ടുണ്ട്. സോ ഹാസ് എനിത്തിങ് ഷിഫ്റ്റഡ് വിത്തിൻ യു ബിഫോർ ആൻഡ് ആഫ്റ്റർ ബീയിങ് എ ക്യാമ്പസ് ലീഡ്? യാ അബ്സല്യൂട്ട്ലി. ലൈക്ക് ഞാൻ ഞാനിപ്പോൾ 3rd സ്റ്റുഡൻ്റ് ആണ്. സോ ഫസ്റ്റ് ഇയർ വരുമ്പോൾ തൊട്ടേ ഞാൻ ക്യാമ്പസിൽ ആക്റ്റീവ് ആയിരുന്നു. സോ അന്ന് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ ഓക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പിന്നീട് ഇത് ഓരോ GDSയിലൊക്കെ കയറാൻ തുടങ്ങി. ആദ്യം അതിലൊക്കെ ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. പാർട്ടിസിപ്പൻസ് കുറവ്. അപ്പോൾ നമ്മൾ ഫോക്കസ് പാർട്ടിസിപ്പൻസിനെ കൂടുതൽ കൊണ്ടുവരിക. പക്ഷേ ഇവൻസ് നടത്തുന്ന പിള്ളേരൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു വിഷമമായിരുന്നു, എന്തുകൊണ്ട് ഇവർ മൈൻഡ് ചെയ്യാത്ത. അപ്പം അന്നത്തെ കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസെപ്റ്റ് ആയാലും ഇവൻസിൻ്റെ സേക്ക് നമ്മൾ റൺ ചെയ്യുന്നത്. ടിങ്കർ ഹബിൽ വന്നപ്പോൾ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ടിങ്കർ ഹബിൻ്റെ മേക്കർ മൈൻഡ് സെറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, അത് റൺ ചെയ്യുന്നു. അപ്പം മേക്കർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോഴും കമ്മ്യൂണിറ്റി എന്താണെന്ന് ക്ലിയർ അല്ല. സോ ലൈക്ക് നമ്മളാ 2 ക്യാമ്പിൻ്റെ കൂടെയും ഇപ്പം നമ്മുടെ കോ ഫൗണ്ടേഴ്സ് ആബിദായാലും അരുന്ധതി ആയാലും കുര്യനായാലും എല്ലാവരും അവരെ നിങ്ങളുടെ വിഷൻസും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടായാലും നമ്മൾ അവിടുത്തെ കുറേ ഇവൻസും സെഷൻസും പ്രോഗ്രാംസ് ആക്ടിവിറ്റീസിൻ്റെ എല്ലാ റിസൾട്ടിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് സംഭവമായാലും എനിക്ക് ഇപ്പം പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എനിക്ക് എന്താണ് നമ്മുടെ ക്യാമ്പസിൽ വേണ്ടതെന്നുള്ളത്. എങ്ങനെ അവിടെ ഒരു പാർട്ടിസിപ്പൻസിനായാലും അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻസിന് ബെറ്ററായിട്ട് എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ എന്ത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു ടിങ്കർ ഹബ്. ലൈക്ക് അവിടെ ഉള്ളവരുടെ മൈൻഡ് സെറ്റ് ഇപ്പം എക്സാമ്പിൾ അരുന്ധതി ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലൈക്ക് അതവിടെ ഫീൽ ചെയ്യാൻ പറ്റി എനിക്ക് എക്സാക്ട്ലി. അതുകൊണ്ട് എനിക്ക് സിമിലർ ഫീലിംഗ് ക്യാമ്പസിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം എൻ്റെ ക്യാമ്പസിൽ എനിക്ക് അങ്ങനെ ഫീൽ കിട്ടിയിട്ടില്ല. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാനുള്ളൊരു സംതിങ്. പക്ഷേ ടിങ്കർ ഹബിൽ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ലൈക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം, ഓപ്പൺ മൈൻഡഡ് ആയാൽ പോലും. ഇപ്പം ആവിൻ്റെ അടുത്തായാലും അരുതെടുത്തായാൽ പോലും നമുക്ക് ഡയറക്റ്റ് ഒരു ഫോൺ കോൾ വിളിച്ചാൽ ദേ ആർ അവൈലബിൾ. എന്ത് കാര്യത്തിലും സ്റ്റക്കായാൽ പോലും ദേ ആർ ദേ ഫോർ അസ്. ചോദിക്കാൻ ഡൗട്ട്സ് ചോദിക്കാനായാലും ക്ലാരിഫൈ ചെയ്യാനായാലും. സോ ഒരു ഹൈറാർക്കി തിങ് ഇല്ല. ഒരു എനിക്ക് കൂടുതലറിയാം, ഇവന് കുറച്ചറിയത്തുള്ളൊരു സംഭവമില്ല. എനിക്കറിയത്തില്ലെങ്കിൽ എനിക്ക് തുറന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട്. ഐ ഡോണ്ട് നോ ദിസ് സ്റ്റഫ്, പ്ലീസ് ടീച്ച് മീ. അല്ലെങ്കിൽ എനിക്ക് വേറെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നത് എനിക്കൊരു മോശവും തോന്നുന്നില്ല. ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ഇൻ്റർ ഡിപ്പെൻഡൻസി തിങ്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. ടിങ്കർ ഹബിൻ്റെ ഒരു മെയിൻ കോർ കമ്പനി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഭയങ്കരമായിട്ടുണ്ട് നമ്മളെ ഈ സംഭവത്തിൽ, ഇൻ്റർ ഡിപ്പെൻഡൻസി. അത് എന്നാൽ ഒരു ഗുഡ് വേയിലുമാണ്. എല്ലാ പിള്ളേർക്കും ഉള്ളൊരു സംഭവമാണ്. ഞാൻ ഒരാൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടോന്ന്. അതുകൊണ്ട് ചോദിക്കാൻ മടിക്കുന്ന പിള്ളേരുണ്ട്. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരു സക്സസ് എന്ന് പറയുമ്പോൾ അവിടെ ലൈക്ക് ദേ ആർ റെഡി ടു ആസ്ക് ആൻഡ് ഹെൽപ്പ് ആൻഡ് ഷെയർ. ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആവാൻ അവർ ഭയങ്കരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായാലും ദേ ആർ റെഡി ടു ഡു ഇറ്റ്. സോ ആ ഒരു തോട്ട് മിറ്റിഗേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. Let's talk a bit about how platforms have helped. So ടിങ്കർ ഈ വർഷമാണ് ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓർ ഡാഷ്ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓർ യൂസ്ലെസ് പ്രൊജക്ട്സിനായാലും ടിങ്കറാക്കിനായാലും ഡിസ്കോഡ് എൻഗേജ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തതെല്ലാം ഈ വർഷം കുറച്ചും കൂടെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൗ ഹാസ് ടിങ്കർ ഹബിൻ്റെ ഹബ് ആപ്പ് ഹെൽപ്ഡ് യു, ഓർ കൂട്ടം എന്ന ഡാഷ്ബോർഡ് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? യു ഹവ് ബീൻ പാർട്ട് ഓഫ് ദെയർ കമ്മ്യൂണിറ്റീസ് ഓൾസോ, ഓർ ടിങ്കർ ഹബ് ഇതിന് മുന്നേ ആൻഡ് അതിന് ശേഷം എന്താണ് ഷിഫ്റ്റ് ആയത്? ഹാസ് ദീസ് പ്ലാറ്റ്ഫോംസ് റിയലി ഹെൽപ്പ് ആൻഡ് ഏത് രീതിയിലാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്?
എക്സാക്ട്ലി. സത്യം പറഞ്ഞാൽ ഇവൻറ്റ് സൈഡിൽ കുറേ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഹബ് ആപ്പ് ഉള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ ഈ ക്യാമ്പസ് കമ്മ്യൂണിറ്റി ഈ ഇയറിൻ്റെ മുന്നത്തെ ഇയറിലും ടിങ്കർ ഹബിലുണ്ടായിരുന്നു, അന്ന് ടെക് ലീഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട്സ് ആയാലും എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഒരു ഇവൻറ്റ് കഴിയാരത്ത് കുറേ സമയം അങ്ങത്തിന് പോകുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനായാൽ പോലും പോസ്റ്റർ സൈഡ് ചെയ്യാനായാലും ലൈക്ക് കണ്ടന്റ് ചെയ്യുന്നു, അതെല്ലാം ഒന്ന് സ്ട്രക്ചർ ചെയ്യുന്നു. പിന്നെ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എയർ ടേബിളിൽ. സോ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളുണ്ട് ഇവൻറ്റ് സൈഡ് അല്ലാതെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ഹബ് ആപ്പ് വന്നപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പോസ്റ്ററും ഓക്കെ കണ്ടൻറ്റും ഒക്കെ കഴിഞ്ഞു. ഇവൻ നമ്മളെ കാര്യമായി ടൈമും ഡേറ്റും എല്ലാം ആപ്പിൽ കൊടുക്കാം. രജിസ്ട്രേഷൻ ആയപ്പോൾ നമ്മൾ ഫോം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ടൈപ്പ് പ്രോഗ്രാം ആണെന്ന് പോലും ആ ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് വായിക്കുന്നുണ്ട് ഇൻപുട്ട്. സോ ഒരു സ്റ്റുഡൻറ്റ് വന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാൽ പോലും അവർക്കും എഫർട്ട്ലെസ് ചെയ്യാം. അതൊരു മെയിൻ പോയിൻറ്റാണ്. നമുക്കാണെങ്കിൽ എഫർട്ട്ലെസ് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻറ്റ് സൈഡിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് എ ഹ്യൂജ് ഗെയിൻ. ഓക്കെ യാ. ജനറൽ നിങ്ങൾ നടത്തിയ ഇവൻറ്റ്സിൽ ഏത് ഇവൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് വന്നത്? സോ ദർ വിൽ ബി ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. ഏറ്റവും അധികം പാർട്ടിസിപ്പൻസ് വന്ന ഇവൻറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം ഫീഡ്ബാക്ക് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഇവൻറ്റ്. സോ പാർട്ടിസിപ്പേഷൻ വൈസ് ഏതായിരുന്നു ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് ആൻഡ് ലൈക്കിംഗ് വൈസ് ഏതായിരുന്നു, വിച്ച് വാസ് ദ ബെസ്റ്റ്? പാർട്ടിസിപ്പേഷൻ വൈസ് എനിക്ക് തോന്നുന്നു ഓപ്പൺ മൈക്ക് ആയിരുന്നു. ഓപ്പൺ മൈക്ക് തന്നെയായിരുന്നു ഒബ്വിയസ്ലി. എത്ര പാർട്ടിസിപ്പൻസ്? അറൗണ്ട് 30+ പെർ ഓരോ ഓപ്പൺ മൈക്ക് സെഷൻ. ലൈക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് എക്സാംസ് വരുമ്പോഴത്തേന് അതിൻ്റേതായ ഒരു ഇത് വരും. അല്ലാതെ 25-30 ആ ഒരു റേഞ്ചിൽ. എനിക്കത് മോസ്റ്റ്ലി ലൈക്ക് എനിക്ക് തോന്നുന്നു വണക്കം ചെല്ലം തന്നെ ആയിരിക്കും. കാരണം വണക്കം ചെല്ലം എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും ആ ഒരു സംഭവമല്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പം അക്കാഡമിക്കിലായാലും ലൈക്ക് ആ ഒരു ഇതിലായാലും അവർക്ക് ഷെയർ ചെയ്യാം എന്നുള്ളൊരിത് നമ്മൾ ഗൈഡ് ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ലൈക്ലി സെഷൻ വുഡ് ബി വണക്കം ചെല്ലം. ഒരു ഇവന്റ് കൂടെ ഉണ്ട്, എന്താ സ്ട്രൈക്ക് മീ, ഒരു കഥ ചൊല്ലട്ടുമാ. അത് എന്തായിരുന്നു? വാട്ട് വാസ് ഒരു കഥ ചൊല്ലട്ടുമാ? ആക്ച്വലി അത് ലൈക്ക് അതിൽ നിന്നാണ് തുടങ്ങുന്നത് ഞങ്ങൾ. ആക്ച്വലി ഫസ്റ്റ് ഇവൻ്റ് അപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ കോലീഡായി ലൈക്ക് സംഭവം ഒഫീഷ്യലി എല്ലാം സെറ്റായതിനു ശേഷം ലൈക്ക് എന്തെങ്കിലും പരിപാടി നടത്തണം ഇങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്താണ് ഫസ്റ്റ് ഇയേഴ്സ് വന്നത്. ഫസ്റ്റ് ഇയേഴ്സിന് ലൈക്ക് ആ ഫസ്റ്റ് ബിഗിനിങ് സെഷനിൽ ലൈക്ക് ഓറിയൻറ്റേഷൻ കഴിഞ്ഞിരുന്നു. അപ്പം ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 5 days ആണ് ഓറിയൻറ്റേഷൻ കിട്ടുക. ബട്ട് സ്റ്റിൽ കുറേ കമ്മ്യൂണിറ്റീസ് ഞങ്ങൾ കോളേജിൽ വന്നതുകൊണ്ട് തന്നെ ലൈക്ക് ടൈം ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സംഭവം സോർട്ട് ഓഫ് തിങ്സ് നമ്മളെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ 5 ദിവസം എന്ന് പറഞ്ഞ സാധനം 3 ദിവസത്തിൽ തീർത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ആ 1 week പെട്ടെന്നൊക്കെ പോയി ലൈക്ക് ഞങ്ങൾക്കൊരു സാധനം കൊടുക്കാൻ പറ്റില്ലെന്നൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ ഞങ്ങൾ വിചാരിച്ചു ആക്ച്വലി ഇങ്ങനെ ഒരു ലൈക്ക് ഡൗൺ ആയിട്ട് സമയമായിരുന്നു. അപ്പോൾ വിചാരിച്ചു ലൈക്ക് ഫസ്റ്റ് നമ്മൾ ഇതുവരെ ആരും ഒന്നും ഇവൻറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എനിക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ ആക്ച്വലി ഫുള്ളി കൺഫ്യൂസ്ഡാണ്. കാരണം ഒരുപാട് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞിട്ട് വരുമല്ലേ, സ്കൂളിലാണെങ്കിൽ കമ്മ്യൂണിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല. NSS സ്കൗട്ട് പോലെ ആയിരിക്കില്ലല്ലോ. ലൈക്ക് ഈ കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ കുറച്ചും കൂടെ ടെക്നിക്കൽസ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് സാധനങ്ങളുണ്ട്. അപ്പം സോർട്ട് ഓഫ് 5 to 6 കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റീസ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാവരും സിമിലർ കൺസെപ്റ്റ് പറഞ്ഞു പോയാലൊക്കെ അവർ തോന്നാം. സ്വാഭാവികമായിട്ട് ലൈക്ക് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഓരോ ഏകദേശം സിമിലർ സോർട്ട് ഓഫ് സാധനങ്ങൾ പറയുന്നത് തോന്നാം നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിസ്കൺസെപ്റ്റ് എന്തായാലും ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് സംഭവം തുടങ്ങിയതാണ് ഈ ലൈക്ക് ഒരു കഥ ചൊല്ലട്ടും സാധനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഫസ്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോളേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, ആ ഒരു സാധനങ്ങൾ ചെയ്തുകൂടാ എന്നല്ല, ലൈക്ക് മോസ്റ്റ് പ്രോബ്ലി ചെയ്യാന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ലൈക്ക് ഫസ്റ്റൊക്കെ ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ വന്ന സെയിം സാഹചര്യമായിരുന്നു. ലൈക്ക് ഒരുപാട് ക്ലബ്സ് ഉണ്ട്, ഏകദേശം എല്ലാവരും ഒരേ കാര്യം പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, ഇതെന്തോ സംഭവം, ഇത് ആരോട് ചോദിക്കണം. എല്ലാവരും പറഞ്ഞ് എന്താ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത് ചോദിക്കാം. പക്ഷേ എന്ത് ചോദിക്കണം, ആരുടെ എന്ത് ചോദിക്കണം എന്നൊരു ഐഡിയ ഇല്ല. കാരണം ടെക്നിക്കൽ സൈഡാണ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ടെക് എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ വന്നിട്ട് എന്ത് ചോദിക്കാൻ, ആ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും അവിടെ. അപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഒരു കഥ ചൊല്ലട്ടുമായി ഇറക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇറക്കിയത്, സോറി. സോ ആ കേസിൽ ലൈക്ക് ഒരു നൈറ്റ് ഓൺലൈൻ ഇവൻ്റായിട്ട് നടത്തിയത്. അപ്പോൾ ഓൺലൈനായിട്ട് ഇവൻ്റായിട്ട് നടത്തി. പിന്നെ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടിസിപ്പൻസും കയറി. ആക്ച്വലി എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയയും കിട്ടിയായിരുന്നു. ആക്ച്വലി ഒരു ലൈക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ല സക്സസ്ഫുൾ സാധനമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ഇൻപുട്ട് കൊടുക്കാനും പറ്റി, അവിടെ നിന്ന് നമുക്ക് കിട്ടും. ബേസിക്കലി എല്ലാവരും ഓരോരോ കഥ പറയായിരുന്നു. ലൈക്ക് അവരെങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങിയത്, ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എന്തൊക്കെയായിരുന്നു ഫേസ് ചെയ്തത്, അപ്പോൾ അവർക്ക് ഇച്ചിരി കണക്ട് ചെയ്യാനും പറ്റുമല്ലോ. അപ്പം എങ്ങനെ ഇതിലേക്ക് വന്നു, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി ഇത് വന്നപ്പം, അതൊക്കെ അങ്ങനെ ഒരു കഥ ചൊല്ലിട്ടും ആ സെഷൻ. അപ്പോൾ
ലൈക്ക് കൂടുതൽ സംഭവമായി ലൈക്ക് അവർ ബോണ്ട് സാധനങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് ഞങ്ങളെ സ്റ്റോറി പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ ലൈക്ക് ആ വാല്യൂ ഗിവിങ് സാധനം പോലെ ആയി. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ വന്നപ്പോൾ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ലൈക്ക് അത്യാവശ്യം സാധനങ്ങൾ അടിപൊളിയായിട്ട് പോയി. ഇത് നമുക്കൊരു റാപ്പിഡ് ഫയർ ചെയ്യാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ തന്നിട്ടുള്ളത് ഒരു ഹാമ്പർ ഇല്ലാത്ത റാപ്പിഡ് ഫയർ ആണ്. സോ ക്യാമ്പസിൽ ഇപ്പോഴത്തെ ട്രെൻഡ്സ് ആയിരിക്കും കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ജനറലി സ്റ്റുഡൻസിന് എന്താണ് ഇപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത്, അങ്ങനെ ഒരു ഏരിയ. പിന്നെ അല്ലാത്ത ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് ആയിരിക്കും. ഓരോ ക്വസ്റ്റിനും ഓരോരുത്തർക്കായിട്ട് മേ ബി ആൻസർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇൻ ഡിമാൻഡ് ടെക് സ്കില്ലിൽ ഏതാണ് ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് അഭിമന്യുവിൻ്റെ കോൺസെപ്റ്റിൽ ക്യാമ്പസിൽ? ക്യാമ്പസിൽ സ്റ്റുഡൻസിന് ഡിമാൻഡുള്ള സംഭവം മോർ ലൈക്ലി വെബ് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നോളജ് കുറവാണ്. കൂടുതലായിട്ട് കേട്ട് കേൾവിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയാലും കേട്ട് വെബ് ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കാൻ ഇത്ര ദിവസം കൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ സ്റ്റുഡൻസിന് അത് അറിയത്തുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അതിനോടാണ്. GPT, DeepSeek ഓർ ക്ലോഡ് ഏതാണ് മാക്സിമം യൂസ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ്? ലൈക്ക് സ്റ്റുഡൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് GPT ആണ്. ഇപ്പോൾ ഞങ്ങളൊരു ഇപ്പം വെബ് ഡെവലപ്മെൻറ്റ് കാര്യം ഞങ്ങളൊരു ഇത് വെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അവർ കോഡിനായാലും അവർ കൂടുതലും യൂസ് ചെയ്യുന്നതൊക്കെ GPT ആണ്. ലേണിംഗ് ആണോ ബിൽഡിംഗ് ആണോ, ഏതാണ് കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത്? ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ആണ്. സ്ട്രക്ചേർഡ് കോഴ്സ് ആണോ അതോ സെൽഫ് ലേണിംഗ് ടൂൾസ് ആണോ കുറച്ചും കൂടെ? സെൽഫ് ലേണിംഗ് ആണ് ബെറ്റർ. ഓക്കെ. പിയർ ലേണിങ്ങിൻ്റെ സ്റ്റേറ്റസ് എന്താണ്? ഒരുമിച്ചിരുന്ന് പഠിക്കാനാണോ സ്വന്തമായിട്ട് സ്റ്റുഡൻസ് ഇരുന്ന് പഠിക്കുന്നതാണ്? ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണ്. ഓക്കെ. ഓൺലൈൻ ഓർ ഓഫ്ലൈൻ? ഓഫ്ലൈൻ ഓഫ് കോഴ്സ്. ഓഫ്ലൈൻ. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇപ്പം മാക്സിമം സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത്? ലൈക്ക് വെബ് ഡെവലപ്മെൻറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ. സ്റ്റാർട്ടപ്പ് കൾച്ചർ എങ്ങനെയാണ്? സ്റ്റുഡൻസിന് ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടോ? ഓർ ജസ്റ്റ് അവർ കാഷ്വലി വെറുതെ ഫണ്ടിന് വേണ്ടിയാണോ ബിൽഡ് ചെയ്യാറ്? അല്ലല്ല, ഉള്ളവരുണ്ട്. ഫണ്ടിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ഫണ്ടിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന പ്രോബബ്ലി ലൈക്ക് മെജോറിറ്റി ഞാൻ പറയില്ല, ലൈക്ക് എന്നാലും ഒരു 60% ഒക്കെ ലൈക്ക്. ഡീബഗിങ് ഓർ ഹെൽപ്പിന് വേണ്ടി ജനറലി സീക്ക് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതെങ്കിലും ഉണ്ടോ സ്റ്റുഡൻസ്? ഫോറംസോ ഓപ്പൺ ഫോറംസോ ഡൗട്ട് വരുമ്പോൾ അവർ പോയി ചോദിക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തല്ല ഓർ ഇൻ ജനറൽ? മെയിനായിട്ടും നമ്മൾ ചാറ്റ് GPT സ്റ്റാക്ക് ഓവർഫ്ലോ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അത് ചാറ്റ് GPT അവർക്ക് ഹെൽപ്ഫുള്ളാന്ന് തോന്നിയിട്ടില്ലെങ്കിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. മെയിൻലി ഇപ്പോൾ ഏത് തന്നെ യൂസ് ചെയ്തത്. അടുത്തൊരു ഇവൻറ്റിനൊരു ഫൺ നെയിം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പേര്? ലൈക്ക് എങ്ങനത്തെ ഇവൻ്റ് ആയിരിക്കും അതൊന്നും എനിക്കറിയില്ല. ലൈക്ക് കമ്മ്യൂണിറ്റി ഓർ ലേണിംഗ് പരിപാടി നിങ്ങൾ ഇതുവരെ നടത്തിയ ഒരു ട്രെൻഡിൽ നെക്സ്റ്റ് ഇവൻറ്റിന് പെട്ടെന്ന് റാപ്പിഡ് ഫയർ പെട്ടെന്ന് സെറ്റാക്കാം. ലൈക്ക് പ്രൊജക്റ്റ് അഭിജിത്താണെങ്കിൽ ഒരു പേര് വന്നായിരുന്നു മറന്നുപോയി. എനിക്ക് ഒറ്റ മൈൻഡ് അല്ലായിരിക്കും. ശരിയാ, അതാണ് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ. റാപ്പിഡ് ഫയർ അത്രേ ഉള്ളൂ, കുറച്ചധികം റാപ്പിഡ്. അഭിജിത്തിലേക്ക് കുറച്ചും കൂടെ വേണമായിരുന്നു, അതാണോ? സോ ഞാൻ അല്ലാത്ത ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിയപ്പം അപ്പ് സ്കില്ലിങ് ഇസ് വേറൊരു സാധനം നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നു. ഒരു ആക്ടിവിറ്റി തന്നെ ഉണ്ട് അപ്പ് സ്കിൽ എന്ന് പറഞ്ഞിട്ട്. സോ കരിയർ മെൻറ്ററിങ് ഓർ കുറച്ച് അതർ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്ന ഒരു ഡൊമെയിനിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ കറൻ്റ്ലി ചെയ്യുന്നുണ്ടോ? ആൻഡ് അപ്പ് സ്കില്ലിൻ്റെ എസെൻസ് എന്തായിരുന്നു? വാട്ട് വാസ് ഓൾ ഓഫ് ഇറ്റ് അബൌട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ അപ്പ് സ്കില്ലിൻ്റെ എസെൻസ് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പ് സ്കില്ലിംഗ് ഡ്രൈവിൻ്റെ ഒരു മെയിൻ തിങ് എന്ന് വെച്ചാൽ ബേസിക്കലി അവർക്ക് സ്വന്തമായിട്ട് മെയിൻ തിങ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കുട്ടികളോട് പറയുക, ചേട്ടാ എൻ്റെ മൈൻഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, മൈൻഡിൽ ഐഡിയാസ് ഉണ്ട്. സോ അപ്പ് സ്കില്ലിംഗ് ഡ്രൈവിൻ്റെ ഇതെന്ന് വെച്ചാൽ അവർക്കൊരു ഐഡിയ വന്നാൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് അതെങ്ങനെ ചെയ്യാം. ഓക്കെ. സ്വന്തമായിട്ട് അതെങ്ങനെ ബിൽഡ് ചെയ്ത് അത്യാവശ്യം ഒരു ബേസ് ലെവലിലായാലും അവർക്ക് സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. സോ അതിൻ്റെ എനിക്കതൊരു 2 or 3 സീരീസ് നടത്തിയായിരുന്നു. അതിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം അത് സ്വന്തമായിട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എല്ലാവരും കൺവേർട്ട് ചെയ്തു. ദാറ്റ് വാസ് ദ ലൈക്ക് അതിൻ്റെ ഒരു ഔട്ട്കം അതായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതായിരുന്നു, അത് അച്ചീവ് ചെയ്യാനും പറ്റി. അത് സബ്സ്റ്റിക്വൻറ്റ് വന്ന ടിങ്കർ ഹാക്കിനായാലും നമ്മുടെ യൂസ്ലെസ് പേഴ്സണായാലും പ്രൊജക്ട് കംപ്ലീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റീസൺ അതായിരുന്നു. ദെൻ അതർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കരിയർ ഹെൽപ്പ് ചെയ്യുക ആ ഒരു സെക്ടറിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ? ഓർ സ്റ്റുഡൻസ് ജനറലി സ്വന്തമായിട്ടാണോ ഫിഗർ ഔട്ട് ചെയ്യാറ് പ്ലേസ്മെൻറ്റ്സോ വേറെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്? അതിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ
ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്. ഞങ്ങളുടെ സീനിയേഴ്സ് ലൈക്ക് അഭിരാൻ ചേട്ടൻ നമ്മൾ ടിങ്കർ ഹബിൻ്റെ ലേണിംഗ് ഫെല്ലോ ആയിരുന്നു. അതേപോലെ ആനന്ദ് ചേട്ടൻ ഇപ്പോഴത്തെ കറണ്ട് ലേണിംഗ് ഫെല്ലോ, എല്ലാം ഞങ്ങളുടെ ഇപ്പം പാസ് ഔട്ട് ആകാൻ പോകുന്ന ചേട്ടന്മാരാണ്. സോ അവരെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കരിയറിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറേ സെഷൻസ് എടുക്കാറുണ്ട്. അവരെ ജേണീസ് പറയുന്നുണ്ട്, അവരെങ്ങനെ ഇന്റേൺഷിപ്പ് ലാൻഡ് ചെയ്തു, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിന് ഇതായി. സോ സ്റ്റുഡൻസിനെ അപ്പം കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്തായാലും നമ്മൾ സിമിലർ കോഴ്സാണ് ചെയ്യുന്നത്. അവരെ കരിയർ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആയാലും ഓരോ എക്സ്പീരിയൻസ് ഷെയറിങ് സെഷൻസ് അങ്ങനെ ഓരോരുത്തരെയും വെച്ചിട്ട് ലൈക്ക് സ്റ്റുഡൻസിനെ മോർ ഓവർ അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റിയ സ്റ്റുഡൻസിനെ കൊണ്ടായിരിക്കും സെഷൻസ് എടുപ്പിക്കുന്നത് റാദർ ദാൻ ഇൻഡസ്ട്രി എക്സ്പേർട്സ്. നിങ്ങളുടെ ഡെഫിനിഷനിൽ ഒരു മേക്കർ എന്ന എന്താണ്? ഹൂ ഇസ് an ഐഡിയൽ മേക്കർ? സോ മേക്കർ ഇൻ ദ സെൻസ് ലൈക്ക് കറൻ്റ്ലി വരുന്ന ഒരു രീതി ലൈക്ക് ഞങ്ങൾ പ്രാക്ടീസ് വരുന്ന രീതിയിൽ വെച്ച് നോക്കിയാൽ ലൈക്ക് വൺ ഹൂ ബിൽഡ്സ് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്സ്. അപ്പോൾ ലൈക്ക് മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് AI വരുന്നുണ്ട്. ലൈക്ക് ഓരോ തവണ ഓരോരോ കൺസെപ്റ്റുകൾ മാറി മാറി വരുന്നു. എത്രത്തോളം ലൈക്ക് ഡിമാൻഡ് എന്തിനാണ് വരുന്നത്, ലൈക്ക് എന്താണ് ബൂമിങ് ആകാൻ പോകുന്നത്, എന്താണ് ഡൂം ആകാൻ പോകുന്നത് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ ദാറ്റ് കേസ് മേക്കർ മൈസെൽഫ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ ഐ തിങ്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ബിൽഡ് ചെയ്യണം എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ലൈക്ക് അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് ഇന്ന സ്റ്റാക്ക് അറിയണം അല്ലെങ്കിൽ ഇന്ന സാധനം അറിയണം, ടെക്നിക്കൽ സ്കിൽ അറിയണമെന്ന് പോലും ഇല്ല. ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി മാത്രം മതി സാധനം. ലൈക്ക് എന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് ലൈക്ക് കറൻ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഞങ്ങളിപ്പോൾ ലേണിംഗ് സൈക്കിൾസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവരൊരു പ്രൊജക്റ്റുമായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടുതലും ലൈക്ക് ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്ത സമയത്തൊക്കെ കൂടുതലും നടന്ന കാര്യം പറയാം. പിള്ളേരെ ലൈക്ക് കൂടുതലും പറയുന്നത് വെച്ചാൽ അവരുടെ ഐഡിയ തോട്ട്സോ കാര്യങ്ങളായിരിക്കും അവർ GPT റെഫർ ചെയ്തായിരിക്കും കുറച്ച് പേര് ആദ്യം ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ അതൊരു സാധനം ഒന്ന് പ്രൊമോട്ട് ചെയ്യില്ല. ഞങ്ങൾ പറയും നിങ്ങളുടെ ഐഡിയ എന്താണോ ആ സാധനം ബിൽഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ചേട്ടാ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യണം, ഈ AI വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ, ആ ഒരു മൈൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു AI എന്തായാലും ഉണ്ട്, ലൈക്ക് മേ ബി ഈ ഫുള്ള് സാധനം നമുക്ക് അത് തന്നെ ചെയ്തു തരാം. ബട്ട് സ്റ്റിൽ അത് അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മൾ ലൈക്ക് ആസ് എ ഹ്യൂമൻ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമ്മളെ കയ്യിൽ നിന്ന് നമ്മളിടണം. അത് ജസ്റ്റ് പ്രോംപ്റ്റ് ആവണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് എങ്കിലും വർക്ക് ആവണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ലൈക്ക് കൂടുതൽ മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ് അവിടെ നടന്നിട്ടുള്ളതിൽ എല്ലാം അവരുടെ ഐഡിയ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സെയിം കൺസെപ്റ്റാണ് മേക്കർ മൈൻഡ് സെറ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അവരുടെ ഐഡിയ എന്താണോ ആ കൺസെപ്റ്റ് കൂടുതൽ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. അപ്പം ലൈക്ക് അങ്ങനത്തെ അപ്പോൾ ലിമിറ്റേഷൻസ് വരത്തില്ല. അപ്പോൾ എന്തൊരു സാധനം പുതിയതായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു ലൈക്ക് ലിമിറ്റേഷൻ സാധനങ്ങൾ തോന്നത്തില്ല, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും. സോ ദാറ്റ് വുഡ് ബി എ മേക്കർ മൈൻഡ്. വൺ വേർഡിൽ പറയുവാണെങ്കിൽ നിൽക്കുന്ന ഇടം വിഷ്ണു ലോകമാക്കുക, യൂസിങ് ദിയർ സ്കിൽസ്. ദാറ്റ്സ് അങ്ങനെ ഒരു മേക്കറിനെ കൊണ്ട് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ കോർ ടീമിൽ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും? ഹൗസ് യുവർ ബിൽഡിങ് ചെയ്യാറുണ്ടോ? നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് ഇൻഡിവിജ്വലി പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാൻ? ക്യൂരിയോസിറ്റി എന്താണ് ബിൽഡിങ്ങിൽ? എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ട്രെൻഡ്സ്? ക്യൂരിയോസിറ്റി കോർ ടീമിനെ കുറിച്ച് ആദ്യം പറയാം. കോർ ടീം ആക്ച്വലി ഹാറ്റ്സ് ഓഫ് ടു അഭിമന്യു. ഓക്കെ, സോ കാരണം ഈ സെറ്റ് ഓഫ് ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഫുള്ളി വൈബുള്ള ടീം. ഞാൻ ആക്ച്വലി വേറൊരു ക്ലബ്ബിൽ ഇങ്ങനത്തെ ടീമിനെ കണ്ടിട്ടില്ല. എല്ലാവരും ഒരു ചളി പറഞ്ഞാൽ 10 ചളി പറയും. ആൻഡ് ലൈക്ക് ഫൺ സെൻസിൽ ആൻഡ് സ്കിൽസിൻ്റെ കേസിലാണെങ്കിൽ ഒരാൾ ഒന്നിന് വെച്ചതെന്ന് പറയാൻ വേണമെങ്കിൽ ലൈക്ക് ആക്ച്വലി എല്ലാവരും ഇമ്പ്രൂവ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം മാളവി ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ മാളവി ചേച്ചി 3rd ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു വന്ന സമയത്ത്. ഞങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുക, ഞാനിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ, എന്നെക്കൊണ്ട് പറ്റുമോ ഇത് ലൈക്ക് ആ ഫീലിംഗ് ഓഫ് അൺസർട്ടനിറ്റി സാധനമായിരുന്നു മൊത്തം ആദ്യം വന്ന സമയത്ത്. അപ്പോൾ ആക്ച്വലി എന്നിട്ട് എന്നെ കമ്പയർ ചെയ്യും, നീ ഫസ്റ്റ് ഇയറിൽ വന്നില്ലടാ, നീ ഫസ്റ്റ് ഇയറിൽ ചെയ്യാൻ തുടങ്ങി, അപ്പോൾ ഇതാന്ന് പറയും. ആക്ച്വലി അപ്പം ലൈക്ക് ഈ ഒരു ബിലോങ്ങിങ്നെസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് ആക്ച്വലി ചേച്ചിക്ക് ഇപ്പം അത്യാവശ്യം നല്ലോണം ടെക്നിക്കൽ സ്കിൽ അറിയാം, ലൈക്ക് എങ്ങനെ AI ടൂൾസ് ഉപയോഗിക്കണമെന്ന് അറിയാം, ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി അതിപ്പം കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 to 7 months ഒക്കെ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്തുള്ളതാണ് പഠിച്ചെടുത്തത്. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് എക്സാം സീരീസ് എന്നൊക്കെ പറയുമ്പോൾ 2-3 months പിന്നെയും പോവുകയാണ്. ആക്ച്വലി അതാ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും അത് മാറ്ററല്ല, ലൈക്ക് മൈൻഡ് ഉണ്ടായിരുന്നാൽ മതി, നമുക്ക് 2 to 3 monthsനുള്ളിൽ സിമ്പിളായിട്ട് സാധനം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക് പ്രൊജക്റ്റ് കാര്യങ്ങൾ പറയാം. പ്രൊജക്റ്റ് കാര്യങ്ങളെന്ന് പറയുമ്പം ലൈക്ക് ഞങ്ങൾ പേഴ്സണലി ചെയ്ത പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു യൂസ്ലെസ് പ്രൊജക്റ്റിൽ നമ്മൾ ഓർഗനൈസേഴ്സിനും കൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആക്ച്വലി അതായിരുന്നു ഒന്ന് സ്റ്റാർട്ട്. ആക്ച്വലി ആ സമയത്ത് ഞങ്ങൾ ലൈക്ക് ഓർഗനൈസേഴ്സ് അല്ലേ, ഓർഗനൈസർ മാത്രം ചെയ്താൽ മതി ഭയങ്കര കൂളായിട്ടൊക്കെ നിന്നായിരുന്നു. അപ്പോൾ ഒരു കരുന്നതി വിളിച്ചിട്ട് നിങ്ങളും പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ്. അപ്പോൾ ലൈക്ക് ടീം തന്നെ ചെയ്യാനുള്ള മൈൻഡൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ലൈക്ക് അത് വലിയ പാടായിട്ട് തോന്നിയില്ല. ലൈക്ക് അപ്പം തന്നെ സാധനം ബ്രെയിൻ സ്റ്റോം ചെയ്തു. ലൈക്ക്
അങ്ങനെ അവിടെ നിന്ന് ഫസ്റ്റ് പ്രൊജക്റ്റ് തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇപ്പോൾ ഈ നാട്ടിൽ കാണുന്ന പ്രശ്നങ്ങൾ മൊത്തം ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ. അതിലൊന്നായിരുന്നു ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അഭിമന്യു ഈസ് ലൈക്ക് അവൻ ചിന്തിക്കുന്നത് എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എവിടുന്നേലുമൊക്കെ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസ് ഇങ്ങനെ തപ്പി ഇതിനില്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ നോക്കും. അപ്പം ടാർഗറ്റാണ്. അപ്പം അഭിമന്യു പക്ഷേ എവിടുന്നേലൊക്കെ ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കി തരും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ റെയിൽവേ ക്രോസിൻ്റെ അവിടുത്തെ പ്രശ്നം. അതായത് ഇപ്പം റെയിൽവേ ക്രോസിൻ്റെ അവിടെ ഇപ്പം എൻ്റെ ഹോസ്റ്റലിലായാലും ഒരു കുട്ടിക്ക് പെട്ടെന്ന് എമർജൻസി വന്നായിരുന്നു. പക്ഷേ റെയിൽവേ ക്രോസിൽ കുറേ നേരം കിടക്കുന്ന കാരണം ഹോസ്പിറ്റലിൽ പോകുന്നത് ലേറ്റായി. അപ്പോൾ അതിങ്ങനെ അഭിമന്യുവിനോട് പറഞ്ഞപ്പോൾ അഭിമന്യു പറഞ്ഞാൽ എന്നാൽ നമുക്ക് ആ ഒരു സംഭവം നോക്കാം, ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ പോലെ ലൈക്ക് ഓൾട്ടർനേറ്റീവ് പാത്ത് ലൈക്ക് ക്രോസ് ആണെന്ന് അതിൽ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് പാത്ത് ചൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ചെയ്യാം. അങ്ങനെ ചെയ്തു. പിന്നെ എനിക്കൊന്ന് ആഫ്റ്റർ ഹാർട്ട് അഭിമന്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സാധനം പറഞ്ഞാലും ലൈക്ക് പുള്ളിയുടെ ഡിക്ഷണറി ഇമ്പോസിബിൾ എന്ന സാധനം ഇല്ല, അയം പോസിബിൾ ആണ് എപ്പോഴും. അതുമല്ല അഭിമന്യു ഇസ് ലൈക്ക് നമ്മൾ എന്ത് ഒരു പ്രൊജക്ട് ഐഡിയ പറഞ്ഞാലും പ്രൊജക്ട് ഐഡിയ ചിലപ്പോൾ അത് വേറെ ആൾക്കാർ കേൾക്കുമ്പോഴായിരിക്കും ഇവർ എന്തായി ചിന്തിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അഭിമന്യു ഇസ് ലൈക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു സാധനം വന്നായിരുന്നു. കുറെ ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഇവന്മാർക്ക് പ്രാന്താന്ന് പറഞ്ഞു. ആക്ച്വലി അതാണ് ക്യൂരിയോസിറ്റി സാധനം. ആക്ച്വലി നമ്മൾ ഈ സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് നമ്മൾ ആ ഒരു ഇങ്ങനെ ഇൻഡെപ്തായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ പറയാം നമുക്ക് പോലും അറിയത്തില്ല. ലൈക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കേൾക്കുമ്പോൾ ഇവൻ എന്തുവാണ് ഈ പറയുന്നത് ആരും മൈൻഡാ. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സ് കാര്യങ്ങൾ വയ്ക്കാറുണ്ട്. ലൈക്ക് ഞങ്ങൾ ഈ കോർ ടീം പറഞ്ഞാൽ ലൈക്ക് ഫാമിലി സാധനം എപ്പോഴും എന്തായാലും ഒരുമിച്ചിരുന്ന് കൂടിയിട്ട് പോകത്തോടെ എന്തായാലും എല്ലാ ദിവസവും അതെന്തോന്ന് അറിയത്തില്ല. എനിക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും ഞങ്ങൾ ഓരോ പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്തൊന്നും നടക്കുന്ന വേറെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാതെ വേറെ യൂണിവേഴ്സിൽ എന്തൊക്കെ നടക്കുന്നത് അങ്ങനത്തെ പറ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇതിവിടെ നിന്നാൽ ശരിയാകത്തില്ല പോകാൻ പോകുന്ന വിളിച്ചുകൊണ്ട് ആ സെറ്റപ്പ് ആൾക്കാരാണ്. ഐ മീൻ വിയേർഡ് എന്ന് പറഞ്ഞാൽ വിയേർഡ് ടു ദ എക്സ്ട്രീം ബട്ട് സ്റ്റിൽ വിയേർഡ് പീപ്പിൾ മേക്ക് സെൻസ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രൊജക്ട് ഐഡിയ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ കുറേ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവരവിടെ പോകും. സോ ബ്രേക്കപ്പിൽ നിന്നൊരു റിക്കവറിക്ക് വേണ്ടി ഒരു ആഫ്റ്റർ ഹാർട്ട് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇറക്കിയാലോ. ലൈക്ക് അവിടുത്തെ നമുക്ക് കൗൺസിലേഴ്സ് പിന്നെ അവർക്ക് ലൈക്ക് എങ്ങനെ ഇറങ്ങണം ലൈക്ക് കാരണം ഞങ്ങൾ നോക്കിയപ്പം ബ്രേക്കപ്പ് ആയവർക്ക് അവർക്ക് അറിയത്തില്ല ആരോടത്ത് പോകണം എന്ത് പോകണം. ലൈക്ക് എല്ലാവരും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. സോ അങ്ങനെ അത് ചെയ്യാം. അങ്ങനെ അതും കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫാമിലി ട്രീ കുറേ ലെങ്തി ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ പിന്നെ ഫാമിലി ട്രീയുടെ ഒരു സാധനം അതിപ്പം ഞാനിങ്ങനെ ഒരു സംഭവം ഈ ഒരു ഐഡിയ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് എങ്ങനെ ചെയ്യണമെന്നും അറിയത്തില്ല എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ അഭിമന്യോട് ചുമ്മാ പറഞ്ഞാൽ അപ്പം അഭിമന്യു കേട്ട് പറഞ്ഞ് കൊള്ളാം നമുക്കത് ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഐഡിയ ഈസ് ലൈക്ക് ഇപ്പം ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറയാമോ അതിന് ലൈക്ക് സോർട്ട് ഓഫ് കൈൻഡ് ഓഫ് ലൈക്ക് ഇപ്പം ഞാൻ വോയിസ് ഹോംസിലൊക്കെ വോളണ്ടിയർ ചെയ്യാറുണ്ട്. സോ അവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് കിട്ടാറില്ല. അത് കമ്മ്യൂണിറ്റി വഴി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പം എനിക്ക് തോന്നുന്നത് ഡിഗ്രി അങ്ങനെ ഒരു ലെവലില്ല. ടിങ്കർ ഇപ്പോൾ സ്റ്റുഡൻസിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്കൊരു ഇൻക്ലൂസിവിറ്റി കിട്ടുന്നില്ല. സോ ഈ ഐഡിയ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും കൈൻഡ് ഓഫ് ലൈക്ക് കൺസെപ്റ്റ് കൊള്ളായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഒരു ഫാമിലി ഉണ്ട്. സോ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫാമിലി രജിസ്റ്റർ ചെയ്യുന്നു അണ്ടർ എ നെയിം. എന്നിട്ട് എൻ്റെ മെമ്പേഴ്സിനെല്ലാം ആഡ് ചെയ്യുന്നു. സോ സിമിലർ ലൈക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോസ്റ്റും കാര്യങ്ങളും ഇടാം, ഫാമിലിയിൽ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇടാം, മറ്റുള്ളവർക്കൊന്ന് വ്യൂ ചെയ്യാം. ദ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഇസ് ലൈക്ക് ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. മറ്റൊരാൾക്ക് നമ്മൾ ഫാമിലി ജോയിൻ ചെയ്യാം ഇഫ് ദേ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് അസ്. ആൻഡ് അത് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലൈക്ക് കുറച്ചുകൂടെ ആ ഒരു ഫാമിലി ലെവൽ ഇൻക്ലൂസിവിറ്റി കിട്ടണമെന്നുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തൊന്ന് ഇതാക്കിയെടുത്താൽ വുഡ് ബി എ ഗ്രേറ്റ് തിങ് എന്നുള്ളൊരു സംഭവം. അതാണ് അത് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. കാരണം അത് സീക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം അത് ട്രൂ. നേരത്തെ നിങ്ങൾ കോട്ടി മെമ്പേഴ്സ് തന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ഫൺ സാധനങ്ങൾ പ്രത്യേകിച്ച് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ആയിട്ടൊന്നുമല്ല ബട്ട് പ്യുവർലി നിങ്ങളുടെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ബിൽഡ് ചെയ്യുന്നതായിരുന്നു. ഓൾമോസ്റ്റ് സെയിം കോൺസെപ്റ്റിലായിരുന്നു ഫൗണ്ടേഷൻ യൂസ്ലെസ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഹാക്കത്തൺ മേക്കത്തൺ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ജനറലി വി ഡു നോട്ട് എക്സ്പെക്ട് ഫാക്കൽറ്റി ഓർ അഡ്മിനിസ്ട്രേഷൻ ടു എസ്പെഷ്യലി യൂസ്ലെസ് പ്രൊജക്റ്റ് എന്ന പേരും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ദേ മൈറ്റ് ബി ലൈക്ക് എന്താ ഇത് അങ്ങനെ ആയിരുന്നു ആക്ച്വലി. ബിക്കോസ് ഞങ്ങളുടെ സൈഡിൽ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് ഹൗ ഡിഡ് ദി ഫാക്കൽറ്റീസ് ആക്ച്വലി റെസ്പോണ്ട് ടു ഈ ഒരു പ്രോഗ്രാം, അതിൻ്റെ പേര് ആൻഡ് അതിൻ്റെ ഐഡിയ? ആൻഡ് അല്ലാതെ പാർട്ടിസിപ്പൻസിൻ്റെ ഓർ അറ്റൻഡീസിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി മേക്കത്തൺ? ഓക്കെ, സോ അതൊരു കൺസേൺ ആയിരുന്നു.
കാരണം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്നപ്പം തന്നെ വൈ യൂസ്ലെസ് ആ ഒരു നെയിം എന്താ ചൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൾ ആയാലും ഫാക്കൽറ്റി സൈഡ് ആയാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് എപ്പോഴും നമ്മൾ ഹാക്കത്തോൺസിന് പോകാൻ നേരത്ത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അതിന് ഭയങ്കര ഇമ്പാക്റ്റുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും, ആ ഒരു നോഷനാണ്. അപ്പം കുറേ സ്റ്റുഡൻസിന് അത് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നും. എനിക്ക് അത്രയും ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്രയും ബിൽഡ് ചെയ്യാനുള്ള കഴിവില്ല, ഞാൻ അഥവാ വന്നാൽ പോലും എല്ലാം അറിയാവുന്ന പിള്ളേരായിരിക്കും, ഞാൻ മാത്രമൊന്നും അറിയത്തില്ല, അങ്ങനെ ചിന്തിച്ച് അവർ തന്നെ ഒരു സോണിലാവും. സോ യൂസ്ലെസ് എന്ന് വരുമ്പോൾ തന്നെ ആ ഒരു നെയിം തന്നെ കേൾക്കുമ്പം ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഇമ്പാക്റ്റോ അല്ലെങ്കിൽ യൂസ്ഫുള്ള സാധനം ആവണമെന്നില്ല. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു സംഭവം ഒരു കംഫർട്ടബിലിറ്റി തോന്നും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, എനിക്ക് എന്തും ബിൽഡ് ചെയ്യാമല്ലോ. നമ്മൾ പറയുന്നതിനുപരി ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് അടിയും. സോ അങ്ങനെ പറഞ്ഞ ആൾ കൺവിൻസ് ചെയ്ത്. പിന്നെ ഇവൻറ്റിൻ്റെ കേസ് 100% പ്രൊജക്ട് കംപ്ലീഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അത് സംഭവിക്കാൻ കാരണം തന്നെ എൻ്റെ വിശ്വാസം ഇറ്റ് വാസ് യൂസ്ലെസ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ. കാരണം കുറേ ഫൺ സാധനങ്ങൾ ചെയ്തു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ലൈക്ക് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ സാധനം ചെയ്യണോ അങ്ങനെ കൺഫ്യൂഷനുള്ള പിള്ളേർ അങ്ങനെ മൈൻഡ് വെച്ച് വന്നവരുണ്ട്. പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, ചോദിച്ചു ചേട്ടാ എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ഒരു ലവ് കാൽക്കുലേറ്റർ ആയാലും അതുണ്ടാക്കിയാലും മതി, ആ വൈബുള്ള സാധനങ്ങൾ. സോ ബൈ ദ എൻഡ് ഓഫ് ദി ഡേ കുറേ ഇൻട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്തു. അങ്ങനെ ഒരു 100% ഫുൾ കംപ്ലീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റി. മോർ ഓവർ അവർക്ക് കുറേ റിയലൈസേഷൻ ടേക്കിൻ ചെയ്യാൻ പറ്റി, വന്ന പിള്ളേർക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഒരു സ്കെയിലിൽ യൂസഫിൻ്റെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ വാസ് അറൌണ്ട് 2600-700 ആയിരുന്നു. ബട്ട് എക്സ്ക്ലൂസീവ്ലി ക്യാമ്പസ് കമ്മ്യൂണിറ്റീസിൽ മാത്രമായിരുന്നു അത് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഓപ്പൺ ടു ബോത്ത് ജെൻഡേഴ്സ്. പിന്നെ അങ്ങനെ സ്കെയിലിൽ നടത്തിയതായിരുന്നു ടിങ്കറാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ടിങ്കറാക്ക് വിമൻ എക്സ്ക്ലൂസീവ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഓപ്പൺ ഫോർ എനി വൺ ടു അറ്റൻഡ്. നിങ്ങളുടെ ക്യാമ്പസിൽ ആ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഹൗ ഇസ് ദ റെസ്പോൺസ്? ഗേൾസിൻ്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു? എന്ത് കൈൻഡ് ഓഫ് പ്രൊജക്ട്സാണ് അവർ കൂടുതൽ ബിൽഡ് ചെയ്തത്? വേർ ദ എക്സ്ട്രീം ബിഗിനേഴ്സ് എന്തെങ്കിലും മാജിക് നിങ്ങൾ കണ്ടോ, ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഹാക്കത്തൺ എക്സ്ക്ലൂസീവ്ലി ഗേൾസിന് വേണ്ടി നടത്തിയപ്പോൾ? ടിങ്കർ ഹാക്ക് അല്ലേ, ആദ്യം ഭയങ്കര ബിഗിനേഴ്സായിട്ട് വന്നവരായിരുന്നു. ലൈക്ക് ഒന്നും അറിയാതെ വന്നവർ ലാസ്റ്റ് പോയപ്പം ലൈക്ക് കുറേ പഠിച്ചിട്ട് പോയി. അതായിരുന്നു ലൈക്ക് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ലൈക്ക് ഒന്നും സീറോയിൽ നിന്ന് എന്തൊക്കെയൊക്കെ അവർ പഠിച്ചെന്ന് പറഞ്ഞു. ആ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റി. പിന്നെ പാർട്ടിസിപ്പേഷൻ്റെ പറയുവാണെങ്കിലും മോസ്റ്റ്ലി ഫസ്റ്റ് ഇയേഴ്സിൽ നിന്ന് തന്നെ ആയിരുന്നു. അപ്പം അവർ വരുമ്പോൾ അവരുടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ലൈക്ക് വിൽ ദേ ബി ഏബിൾ ടു ഡു ഇറ്റ്, ആ ഒരു സംഭവമായിരുന്നു. ആൻഡ് കുറേ എനിക്ക് തോന്നുന്നു ഒരു ഷുഗർ ലെവൽ കൊണ്ടുവരുന്ന ഒരു സംഭവം ഒരാൾ ചെയ്തില്ലായിരുന്നോ? അത് നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അങ്ങനെ കുറേ നല്ല പ്രൊജക്ട്സ് കണ്ടു. സോ അത് കേസ് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഞങ്ങൾ ലേണിംഗ് സൈക്കിൾസ് കാര്യങ്ങളൊക്കെ നേരത്തെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ, പിന്നെ മാത്രമല്ല യൂസ്ലെസ് പ്രൊജക്റ്റിൻ്റെ സംഭവം, അപ്പോൾ ഇതിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ ടിങ്കർ ഹാക്കിനുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതിനൊരു ബെനിഫിറ്റ് ആക്ച്വലി നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അവർ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ലൈക്ക് ഫസ്റ്റ് ടൈം ബിഗിനേഴ്സ് ലൈക്ക് നോട്ട് എ കമ്പയറിങ് തിങ് ലൈക്ക്, ബട്ട് അവരുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി ഇമ്പ്രസീവ് സാധനമായിരുന്നു. ലൈക്ക് അവർക്ക് ഒരു ഐഡിയ ഉണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളുണ്ട്, എന്തിൽ ചെയ്യണം, ലൈക്ക് എങ്ങനെ ഈവൻ ദ പിച്ചിങ് രീതി വരെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിരുന്നു ബാക്കിയോടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആക്ച്വലി വി ഫൗണ്ട് ലൈക്ക് ഇറ്റ്സ് റിയലി പ്രൗഡ് ദാറ്റ് മൊമെൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അന്നൊക്കെ എങ്ങനെയാണോ ലൈക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആക്ച്വലി അന്ന് ഞങ്ങൾ തന്നെയായിരുന്നു മെൻറ്റേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ സാധനങ്ങളെല്ലാം അവർ സോർട്ട് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു, പിന്നെ പഠിച്ചു, ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പം ടിങ്കർ ഹാക്കിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ലേണിംഗ് സൈക്കിൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ലൈക്ക് ഈ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈക്ക് അതേ സാധനം തന്നെ പിന്നെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കും. അതുകൊണ്ട് തന്നെ അവർ ബാക്ക് എൻഡ് പഠിക്കുന്നു, ബാക്ക് എൻഡ് കൂടെ ഫയർ ബേസ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഠിക്കാൻ പറ്റി അവർക്ക്, ഒരുപാട് പേർക്ക്. പിന്നെ പുറത്തുനിന്ന് വന്ന ന്യൂ ആൾക്കാരുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി ബിഗിനേഴ്സുള്ള ആൾക്കാർ. അവർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു, ലൈക്ക് വി ഡോണ്ട് നോ എനിത്തിങ്, വി ഡോണ്ട് നോ വേ ടു സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ ലൈക്ക് ആദ്യത്തെ ഒരു ചെറിയ സെഷൻ പോലെ ഞങ്ങൾ എടുത്ത് കൊടുത്തായിരുന്നു, ലൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് സാധനം ബിൽഡ് ചെയ്യണം. പക്ഷേ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്ന സ്റ്റാക്കി ബിൽഡ് ചെയ്യണം, നിങ്ങൾ ഈ വെബിൽ ചെയ്യാവോ, ഇങ്ങനെ സാധനം ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എന്താണോ ബിൽഡ് ചെയ്യാൻ ഇഷ്ടം അതിൽ ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, അതിന് ആപ്പായാലും വെബായാലും എന്തായാലും ആക്ച്വലി. അപ്പോൾ ലൈക്ക് അതാണ് ലൈക്ക് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് അവരുടെ ഇൻപുട്ട്, ലൈക്ക് ഒരു AI ടൂളിനുപരി അവരുടെ ഇൻപുട്ട്, അവരുടെ ബ്രെയിൻ തോട്ട്സ് എന്താണോ, അവർക്ക് സോൾവ് ചെയ്യേണ്ട സാധനം എന്താണോ അതായിരുന്നു കൂടുതൽ ആൾക്കാർ ചെയ്തിരുന്നത്. സോ അതൊരു ഭയങ്കര ലീഡായിരുന്നു. നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗ് KTU സ്റ്റുഡൻസ് ആണ്, ജോയിൻ ചെയ്തിട്ട് 3-4 വർഷമായിട്ടുണ്ട്. സോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് ഓഫ് കോൺഫിഡൻസോടുകൂടി ആയിരിക്കും സ്റ്റുഡൻസ് ജനറലി എൻ്റർ ചെയ്യുന്നുണ്ടാവുക. കുറേ ടൈം എടുത്ത് മൾട്ടിപ്പിൾ ആൾക്കാരുടെ ഒരു പാനൽ ഇരുന്ന് ചിന്തിച്ച് ഉണ്ടാക്കുന്ന ഒരു സിലബസാണ് കേപ്പബിൾ ആയിട്ടുള്ള ഒത്തിരി സെറ്റ്സ് ഓഫ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്.
ആൻഡ് കോളേജിൻ്റെ കേസിലും ദർ ആർ ഇത്ര പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ്സ് അഷ്വേർഡ് ആണ്. ഒന്ന് ആസ് എ കോർ ടീം മെമ്പർ ഏത് കമ്മ്യൂണിറ്റിയുടെ ആയാലും, ഇഫ് ഇവിടുത്തെ കേസിലാണെങ്കിൽ ടിങ്കറപ്പ്, ദർ ഇസ് ഒരു ലാർജ് എമൗണ്ട് ഓഫ് എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എടുത്ത് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത്, എസ്പെഷ്യലി ഓഫ്ലൈൻ ആണെങ്കിൽ അതിൻ്റെ റിസോഴ്സ് കണ്ടുപിടിക്കുക, എല്ലാം എഫേർട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഒരു കോളേജ് എഡ്യൂക്കേഷൻ വിത്ത് ഒരു പ്രോപ്പർ കരിക്കുലം, സിലബസ്, പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഇൻ പ്ലേസ് ഇരിക്കുമ്പോഴും എന്തിന് നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്നു, ഓർ എന്തിനാ കമ്മ്യൂണിറ്റി ഓടിക്കുന്നത്? അത് വളരെ കൺസേണിങ് കാര്യമാണ്. കാരണം കൊറോണയ്ക്ക് ശേഷമുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോഴത്തെ സിലബസ് ഓക്കെ, അത് കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ടൈം ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് ഇപ്പോൾ ഉള്ള അത്രയും പ്രശ്നമില്ല. ജോബ്സ് ആയാൽ പോലും ക്രിയേറ്റീവ് സിലബസ് പഠിച്ചിട്ടിറങ്ങിയാലും പിന്നെ പഠിച്ച് അവർക്ക് പിന്നീട് ഒരു 6 month കോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കയറിയിട്ടോ സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷം ഈവൻ ഞാൻ കൊറോണയ്ക്ക് മുമ്പ് വരെ എനിക്ക് കോഡിങ്ങിൻ്റെ ABCD പോലും അറിയത്തില്ല. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സംഭവം എൻ്റെ മൈൻഡിലേ ഇല്ലായിരുന്നു. ഐ വാസ് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ ബീങ് എ ആസ്ട്രോഫിസിസ്റ്റ്. സോ എനിക്ക് തോന്നുന്നു അന്ന് അത് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ കാണും, മൂവീസൊക്കെ തപ്പിപ്പിടിച്ച് കാണും. കുറേ ഇംഗ്ലീഷ് മൂവീസ് എല്ലാം ആ കൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ മാർവലിൻ്റെ ഈ കുറേ മൂവീസ് കാണുമായിരുന്നു. അങ്ങനെ ടോണി സ്റ്റാർക്കിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ജാർവിസ് ബിൽഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ പൈതൺ ആദ്യമേ തുടങ്ങുന്നത്. സോ അതാണ് എൻ്റെ കോഡിങ് ജേർണി സ്റ്റാർട്ട് ആവുന്നത്. സോ അതിന് ശേഷമാണ് പിന്നെ എൻജിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസ് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ നോക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പം തോന്നി ഓക്കെ, എൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു എൻജിനീയർ എന്ന് പറയാൻ നേരത്ത് ഒരു ഡൊമൈനിലല്ല, ലൈക്ക് ഹീ സമ്മൺ ഹൂ കംസ് അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഫോർ വാട്ട് എവർ പ്രോബ്ലംസ് ഹീ മേ ലൈക്ക് സ്റ്റക്ക് ആവുന്നത്. സോ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഒരു കാര്യം കിട്ടിയാൽ ചോദ്യം ചോദിച്ചു പോകും. എനിക്കൊരു സൊല്യൂഷൻ, എൻ്റെ ഒരു നോഷൻ ഇതാണ്, ലോകത്തിൻ്റെ എന്ത് പ്രോബ്ലം ആയാലും എൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അഥവാ നമ്മൾ സൊല്യൂഷൻ ഇല്ലെന്ന് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി ബിക്കോസ് നമ്മൾ പുതിയ പോസിബിലിറ്റീസിലോട്ട് ഓപ്പൺ ആവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ സയൻസ് ഇപ്പോഴും അഡ്വാൻസ്ഡ് ആവാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ആ കാര്യം പോസിബിൾ അല്ലാത്തതുകൊണ്ടല്ല. ദാറ്റ്സ് ഹൗ ഐ ബിലീവ് ഇറ്റ്. സോ അങ്ങനെ നിന്നൊരാളിൽ നിന്ന് എൻജിനീയറിങ്ങിലോട്ട് ഉള്ള ഷിഫ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ എനിക്കെന്തായാലും ഫിസിക്സിൽ അല്ലെങ്കിൽ സ്പേസിൽ ഒരു സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്യണം. എനിക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ള. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻജിനീയറായ ഒരു സംഭവം ബിൽഡ് ചെയ്ത് അതെന്നെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നി. എൻ്റെ നോഷൻ സ്റ്റെം എഡ്യൂക്കേഷൻ. അപ്പോൾ സ്റ്റെം എഡ്യൂക്കേഷനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു കോമൺ നോഷൻ അത് സ്റ്റെം എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ കുറേ നമുക്ക് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, പക്ക മേക്കർ കൾച്ചർ. ഓക്കെ, അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ്. ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എഡ്യൂക്കേഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത നമ്മൾ ഔട്ട്കമായിട്ട് എഴുതൊരു മേക്കറായിട്ട് ഇറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സോ കൊറോണ കഴിഞ്ഞു, പിന്നെ കോളേജിലോട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കൊറോണ കഴിഞ്ഞിട്ട് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്ത ബാച്ച് ഞങ്ങളുടെ ആയിരുന്നു. സോ ആദ്യത്തെ സെമ്മ് കുറച്ചായപ്പം തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി ഹൗ ദ ക്രിയേറ്റീവ് സെം ഈസ് ലൈക്ക്. കൊറോണ സമയത്ത് നമ്മളൊരു 50 വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ ഫ്യൂ ഇയേഴ്സാണ് നടന്നത്. പക്ഷേ സിലബസ് അതിനനുസരിച്ചിട്ട് മോഡിഫൈ ആയിട്ടില്ല, പഴയ ഇതിൽ തന്നെ കിടക്കുക. അപ്പം കുറേ കാര്യങ്ങൾ സിലബസിൽ നമ്മൾ നോക്കാൻ നേരത്തെ തന്നെ നമുക്ക് വായിക്കുന്ന കുട്ടിക്ക് തന്നെ അറിയാം, ഓക്കെ വൈ ഷുഡ് ഐ ഡു ദിസ്, അല്ലെങ്കിൽ വൈ ഷുഡ് ഐ ലേൺ ദിസ് തിങ്, അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഇറങ്ങാനത്ത് ഞാൻ എങ്ങനെയാണ് ഒരു പ്രോപ്പർ എഞ്ചിനീയർ ലൈൻ എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പഠിച്ചാൽ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ തന്നെ കുറേ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട് നമ്മൾ ഓവറോൾ എല്ലാ ഡൊമൈനിൽ നിന്നും. സോ എനിക്കൊന്നിനും ഒരു മേക്ക് സെൻസ് ചെയ്യുന്നില്ല ഇതൊക്കെ പഠിച്ചിട്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് പഠിക്കുന്നത്? ഞാനിതല്ല എൻജിനീയറിംഗ് പഠിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യനാണ് വൈ ആർ ദേ ലേണിംഗ് ദ തിങ്. ജസ്റ്റ് കുറേ പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ദേ വോണ്ട് ടു സ്കോർ ഗുഡ് മാർക്സ്, ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് കുറേ കാലം. അത് ലൈക്ക് ഡിപ്രഷനിൽ വരെ ലീഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ആസ്ട്രോഫിസിക്സുള്ള സാധനം വിട്ടിട്ടാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ ഫുള്ളി ഷിറ്റ്, ഞാൻ സ്റ്റെപ്പ് മാറി വെച്ചു, ഇനി വാട്ട് വിൽ ഐ ഡു. അത് ഞാനെന്നല്ല, എല്ലാ പിള്ളേരും ഇപ്പം കോഴ്സ് ഇഷ്ടമല്ലെങ്കിൽ പോലും കുറേ പിള്ളേർ ചെയ്യുന്നത് വീട്ടുകാർ ഇനി ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റി ഇനി എന്ത് പറയും, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ആ തോട്ട് എനിക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ ഞാൻ ഇറങ്ങി. കാരണം ക്ലാസ്സിലെ കാര്യമായാലും എല്ലാവരും ഈ സെയിം തോട്ടിൽ തന്നെ എല്ലാവരും പോകുന്നത്. അപ്പോൾ എല്ലാവരും തമ്മിൽ ഒരു എന്തോ പറയുന്നത് ഒരു ടോക്ക് ഉണ്ടാവുന്നില്ല. സംസാരം ഉണ്ടെങ്കിൽ പോലും
ഒരു ഇൻട്രസ്റ്റിംഗ് ടോക്ക് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു സ്കൂൾ ലൈഫ് എന്ന് പറയാത്ത ഇപ്പോൾ എനിക്ക് സ്പേസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പം ഇവന് മ്യൂസിക് ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവേഴ്സ് ചെയ്യും. എടാ സ്പേസിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പം ചെയ്യും കൊള്ളാനിടാ. ഇവൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോലും ഓക്കെ ഹൗ ഡസ് ദാറ്റ് വർക്ക്, ആ ഒരു സ്പാർക്ക്, ആ ഒരു ക്യൂരിയോസിറ്റി ഡെഡ് ആവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് കൺസേണിങ് ആയിട്ട് തോന്നി. ഷിറ്റ് ഇങ്ങനെ പോയാൽ എന്താവും എൻ്റെ അവസ്ഥ. അപ്പോഴാണ് ഞാൻ കമ്മ്യൂണിസ്റ്റിലോട്ട് ഇറങ്ങാന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് ഫസ്റ്റ് ഇയറിൽ തന്നെ. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലൈക്ക് ആദ്യത്തെ ഇയർ എല്ലാവരും പറഞ്ഞിരുന്നത് ആ സെക്കൻഡ് ഇയർ തൊട്ട് അങ്ങ് പോകാന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ആ റിയാലിറ്റി എന്ന് വെച്ചാൽ ഒരു കംഫർട്ട് സോണിലോട്ട് നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ റീസൺസ് നമ്മൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലൈക്ക് അത് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാനുള്ളത് അത് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു ലൂപ്പിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് വരത്തില്ല. ഇറ്റ്സ് എ കംഫർട്ട് സോൺ. ഈവൻ അത് ചെയ്താൽ എനിക്ക് ഗുഡാണെന്ന് തോന്നിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഓൾറെഡി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ അത് ചെയ്യും, റീസൺസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്തു, അങ്ങനെ ഈ സ്റ്റേജ് വരെ എത്തി. പക്ഷേ കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മൈൻഡ് കോഴ്സിന് കയറി ഷോർട്ടനായി. അത് എടുത്തു പറയും, ക്രിയേറ്റിവിറ്റി, ക്രിറ്റിക്കൽ തിങ്കിങ്, ഈ സാധനങ്ങളൊന്നും ഒരു എൻ്റെ കോളേജിലെ കാര്യം പറയുക കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചെങ്കിലും നല്ലൊരു എൻജിനീയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് ഈ കമ്മ്യൂണിറ്റീസ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് എനിക്ക് KTUവിനെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. ലൈക്ക് KTU എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ കോർ കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ എന്താണ്, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഇന്നർ ലെവലിൽ എന്തൊക്കെയാണ് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ ലാക്കിങ് എന്താണെന്ന് വെച്ചാൽ ഇറങ്ങാൻ നേരത്ത് എല്ലാവരും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് എന്തായാലും പ്ലേസ്മെൻറ്റ്സ് നടക്കുന്നൊരു സംഭവമാണ്. അപ്പം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹയർ സ്റ്റഡീസിന് പോകുന്നവരുണ്ട്. എന്നാലും ഇത് പഠിച്ചിറങ്ങാത്തവർക്ക് ജോലിക്ക് കയറാൻ പറ്റണം, അതൊരു കൺസെപ്റ്റാണ്. പക്ഷേ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ലൈക്ക് പഠിച്ചിറങ്ങിയാൽ പിന്നീട് കയറിയാൽ പോലും ഇൻറ്റേൺസായിട്ടാണ് കയറുന്നത്, അല്ലെങ്കിൽ 6 month എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടാണ് കയറുന്നത്. അതും അല്ലെങ്കിൽ കമ്പനീസ് എടുക്കുന്നത് ഓക്കെ പഠിക്കാൻ കാലിബറുണ്ട് എന്നാൽ പഠിച്ചെടുത്തിട്ട് ചെയ്യാന്നുള്ള, എന്നാലും ഇറ്റ്സ് മോർ ലൈക്ക് ഒരു അനദർ മെട്രിക്സിൽ കയറുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അതൊക്കെ കമ്മ്യൂണിറ്റി വെച്ചിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. പിന്നെ KTU എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഐ സജസ്റ്റ് ലൈക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് അനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് ചേഞ്ചസും കാര്യങ്ങളും വരണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവൻ പഠിക്കാനുള്ള റിസോഴ്സ് എവിടെ ഉണ്ട്. എനിക്ക് BTechന് ചേരാതെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാം, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഒന്നാമത്തെ കാര്യം എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പം കോർ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ കാര്യങ്ങൾക്ക് ഇറങ്ങാതെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതും ഒരു മെസ്റ്റപ്പ് സിറ്റുവേഷനാണ്. അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈവൻ ദോ കോഴ്സ് അങ്ങനെയാണെങ്കിൽ പോലും എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു സ്പേസോ കാര്യങ്ങളോ തരിക. അതല്ലെങ്കിൽ തന്നെ ഇനി വരുന്ന സിലബസിലായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ വന്ന സിലബസിൽ ആ JS ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം ഞങ്ങളുടെ ബാച്ച് വരെ, അഭിജിത്തിൻ്റെ ബാച്ച് വരെ സ്റ്റുഡൻസ് അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം ഇപ്പോൾ വന്ന പിള്ളേർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കുറേ എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളുണ്ട്. അവർക്ക് ഒരു സെപ്പറേറ്റ് പീരീഡ് തന്നെ ഉണ്ട് സ്കിൽസ് പഠിക്കാൻ വേണ്ടിയിട്ട്. മാൻഡേറ്ററി ആണ്. ഈവൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ആ കൊച്ചാ സ്കില്ല് പഠിക്കണം, ഇന്നത് ചെയ്യാൻ. വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് പഠിക്കണം. അങ്ങനെ ഓറിയൻറ്റഡായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിടത്ത് ലൈക്ക് ഇപ്പം കറൻ്റ്ലി കോഴ്സ് ചെയ്യുന്ന തേർഡ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും ഫീൽ ചെയ്യുന്നത് ദെൻ വൈ ആർ വി ഡൂയിങ് ദിസ്. കാരണം അപ്പോൾ അവർക്കൊരു തോട്ട്, ഇതുവരെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാം, അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ KTUവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അടുത്ത പാർട്ടുണ്ട്. നെക്സ്റ്റ് വന്ന ഫസ്റ്റ് ഇയേഴ്സിൻ്റെ സിലബസ് ഫുള്ളി മാറ്റി ഇങ്ങനെ ആക്കിയപ്പം ഞങ്ങൾക്ക് കൺഫേം ആയി, ദെൻ ഞങ്ങളുടെ അവസ്ഥ എന്താണ്. ഇപ്പം കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ആ കൺസേൺസ് ഒക്കെ പോയി. കാരണം വി ആർ ട്രൈയിങ് അവർ ഹാർഡ്. നമ്മൾ ഇരിക്കുന്നതാണ് വിഷ്ണു ലോകം ആക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്ത് പോകും. പക്ഷേ അതർ സ്റ്റുഡൻസ് ലൈക്ക് സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസ്, ഞങ്ങൾ ഇപ്പോൾ തേർഡ് ഇയേഴ്സിലായാലും സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കുറേ പേര്. അവർക്കൊക്കെ ഭയങ്കര ലൈക്ക് അവരെ അതിൽ നിന്ന് കൊണ്ടുവരാൻ ഭയങ്കര ലെവൽ ഓഫ് മെൻ്റൽ എഫേർട്ട് ഇടേണ്ടി വരുന്നു. ഞാൻ എന്ത് ചെയ്യും ഇനി, ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ആ ഒരു ഭയങ്കരമായിട്ടുണ്ട് സംഭവം. അത് ഭയങ്കര ഡിസഡ്വാൻറ്റേജസ് ആണ്. ഐ വിഷ് ദെയർ കുഡ് ബി എ സൊല്യൂഷൻ, ആൻഡ് ദാറ്റ് സൊല്യൂഷൻ ഇൻ മൈ മൈൻഡ് ഈസ് കമ്മ്യൂണിറ്റി ഫോർ നൗ. ആൻഡ് കമ്മ്യൂണിറ്റീസ് ഉള്ളിടത്തുള്ള കാര്യം അതിനൊരു നമുക്ക് സൊല്യൂഷനായിട്ട് തന്നെ ആക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ദാറ്റ്.
റീസെൻ്റ്ലി ഇൻഡീഡിൻ്റെ ഒരു ഗ്രാഫ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമ്പസ് ലീഡ്സിൻ്റെ ഗ്രൂപ്പിന് ഇട്ടിട്ടൊക്കെ ഉണ്ടായി. ലാസ്റ്റ് 2 ഇയേഴ്സിലെ പ്ലേസ്മെൻറ്റ് ഒത്തിരി ഹൈ ആയിട്ട് ലാസ്റ്റ് 2 ഇയേഴ്സിൽ അത് ഹെവി ആയിട്ട് ഡിപ്പാവുന്ന ഒരു സിനാരിയോ. അഭിമന്യു, ഡിപ്രഷൻ ആൻഡ് സ്റ്റുഡൻസ് ജനറലി ഫേസ് ചെയ്യുന്ന മെൻ്റൽ ബ്ലോക്കേഴ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് ഇട്ടത്. സോ പ്ലേസ്മെൻറ്റ്സ് പുറമെ കോർപ്പറേറ്റ് കമ്പനീസിൽ കുറവാണ്, ബട്ട് എസ്പെഷ്യലി സ്റ്റുഡൻസ് ഇൻ കേരള, ഇഫ് ഐ എം നോട്ട് റോങ് ഇൻ ഇന്ത്യ ഓൾസോ, കുറച്ചും കൂടെ വയേർഡാണ് സോഫ്റ്റ്വെയർ ജോബ് ആണ് ഓർ വൈറ്റ് കോളർ ജോബ്സ് ആണ് ആക്ച്വൽ ജോബ്സ് എന്ന ഒരു സാധനം ആർ വയേർഡ്. അല്ലാതെ there are multiple opportunities out there also, like basic needs like food industry or അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർപ്പൻട്രി. ഞാൻ പറയുന്ന റീസൺ ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫർണിച്ചർ കട തുടങ്ങിക്കൂടാന്ന് ഇൻറ്റേർണൽ കോൺവെർസേഷൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ഏരിയാസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഔട്ട് ദർ, ബട്ട് സ്റ്റിൽ സ്റ്റുഡൻസ് കുറച്ചും കൂടെ വയേർഡ് ടു തിങ്ക് അവർക്ക് വൈറ്റ് കോളർ ജോബ്സ് തന്നെ വേണം എന്നതാണ് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. ഇസ് ഇറ്റ് ഇപ്പോഴും അങ്ങനെയാണോ? ഓർ സ്റ്റുഡൻസ് ആക്ച്വലി ഇപ്പോൾ അല്ലാത്ത സെക്ടറിലോട്ടും അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെ മാറ്റാൻ പറ്റും? ഹോണസ് ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഈ പുതിയ ക്യാമ്പസ് കമ്മ്യൂണിറ്റി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെ അല്ല. കാരണം നമ്മൾ ഈ ഒരു ഇയർ റൺ ചെയ്തേക്കുന്ന ഫുള്ളും ആ വൈറ്റ് കോളർ ജോബ്സ് അങ്ങനെ ഫുള്ളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബ്സ് എന്നൊരു കൺസെപ്റ്റ് തുടച്ച് നീക്കി. ഇപ്പം ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് സാധനമായാലും അല്ലെങ്കിൽ അവരെ ഡൈവേഴ്സിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ ഇവൻറ്റ്സ് റൺ ചെയ്തതായാലും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഈ ഇയർ എൻ്റെ ക്യാമ്പസിൻ്റെ കാര്യം പറയുക ഫുള്ളി റൺ ചെയ്തത്. സോ ഇപ്പോൾ ഒരു കുട്ടിക്ക് ലൈക്ക് ഒരു ഐഡിയ ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഫ്യൂച്ചർ. ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാം. എനിക്ക് സൈക്കോളജിയിൽ ഇമ്മൻസ് നോളജ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കതൊരു പ്രൊഡക്റ്റാക്കി എന്തുകൊണ്ട് ലോഞ്ച് ചെയ്തുകൂടാ എൻ്റെ ടെക്നിക്കൽ സ്കിൽസ് യൂസ് ചെയ്തിട്ട്? ആ ഒരു പോസിബിലിറ്റി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. സോ ഹോപ്പ്ലെസ് അല്ല, ദേ നോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും ഇൻ ദേ സ്കിൽ സെറ്റ് ആൻഡ് തിങ്സ്. യാ ടിങ്കറപ്പോൾ ജനറലി വി ഹാവ് ഒരു വിക്കി ഓപ്പൺ ടു എവരി വൺ ആണ്. അതിനകത്ത് വി ടോക്ക് അബൌട്ട് ഫൗണ്ടേഷണൽ സ്കിൽസ് ഒക്കെ. കണക്റ്റിംഗ് ടു വാട്ട് അഭിമന്യു സെഡ്, നമ്മുടെ ഫൗണ്ടേഷൻ സ്കിൽസിനകത്തുള്ളതാണ് റെസിലിയൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി. അങ്ങനെ 6 ഫൗണ്ടേഷണൽ സ്കിൽസ് നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി ഒത്തിരി ന്യൂസിൽ വി ഹവ് ബീൻ സീയിങ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ന്യൂസ് ഫ്രം സ്റ്റുഡൻസ് കേട്ട് വരുന്നുണ്ട്. ദർ ആർ സൂയിസൈഡ് കേസസ്, കാസ്റ്റിസം, റേസിസം അമംഗ് സ്റ്റുഡൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ ഏതൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായാലും ഇതുപോലുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിൽ ദർ ബി ഒരു ചേഞ്ച് ഇൻ ഹൗ സ്റ്റുഡൻസ് തിങ്ക് ഓർ അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസോ EQയിലോ IQയിലോ ഡിഫറൻസ് വരുമോ? ആൻഡ് വിൽ ദർ ബി എ ചേഞ്ച് ഇൻ ഹൗ ദ സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുക? ഷുവർലി. കാരണം ഞാനിപ്പം പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡിഗ്രിയുടെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയുടെ കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഒരു അല്ലാത്ത കോഴ്സിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പേഴ്സണലി. പക്ഷേ ഞാൻ പറയുക, അങ്ങനത്തെ ഇപ്പം ന്യൂസിൽ കുറേ കാര്യങ്ങൾ വരുന്നു. എൻ്റെ ഒരു ടേക്ക് എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് പ്രൊഫഷണലായിട്ട് ഇറങ്ങുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ പേഴ്സണലി കാര്യങ്ങൾ ഒരു എന്തോ പറയുന്നത്, നമ്മളെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ആയാലും വിത്തിൻ ഫാമിലി കമ്മ്യൂണിക്കേഷൻസ് ആയാലും എല്ലാത്തിലും വീക്കാവുന്നതായിട്ടാണ് കണ്ടത്. കാരണം പിന്നീട് എല്ലാം നമ്മളെ പ്രൊഫഷണൽ വ്യൂവിൽ നിന്ന് കാണാൻ തുടങ്ങുന്നത്. ഇപ്പോൾ അഭിജിത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റി ഞാൻ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെയിൻ റീസൺ അതാണ്. നമുക്ക് ആ ഒരു ഫാമിലിയൽ ബോണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നമുക്ക് ഹോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഹോണസ്റ്റായിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ കാര്യം പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇയറിൻ്റെ കാര്യം പറയുകയാണ്, എല്ലാത്തിലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നങ്ങളായിട്ട് മാത്രമാണ് അവർ വെച്ചേക്കുന്നത്. അതിന് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് അവർക്കില്ല. അപ്പം പഠിച്ചിറങ്ങാൻ നേരത്തും മൈൻഡ് അങ്ങനെയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളെ ആണ്. അപ്പം ഒരു കോർപ്പറേറ്റ് ജോബിൽ പോകാൻ നേരത്തും നല്ല ടയറിങ് ആണ്. അപ്പോഴും ആ ഒരു ടയറിങ് ജോബിനിടയ്ക്ക് തന്നെ വീട്ടിൽ ചെല്ലാത്ത നെക്സ്റ്റ് പ്രോബ്ലംസ് മാത്രം വരുന്നു. വീണ്ടും ഷുവർലി ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോഴും നമ്മളതിനനുസരിച്ച് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു ഹ്യൂമൻ ബീങ് എന്തായാലും എല്ലാം പ്രോബ്ലംസ് ആവുന്ന മൈൻഡ് മെസ്റ്റപ്പ് ആവും. മൈൻഡ് മെസ്റ്റപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാ നമുക്ക് ഒരു ഐഡിയ കാണത്തില്ല. നമ്മളായാലും ഈവൻ ഞാനായപ്പോലും. അപ്പം ഇപ്പോഴത്തെ എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു ടേക്ക് അതാണ്, അങ്ങനത്തെ കുറേ ആക്ഷൻസ് ചെയ്യും. പക്ഷേ ദ തിങ് ഈസ് ലൈക്ക് നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്, ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ. ഇത് എൻ്റെ ഒരു സാറ് ക്ലാസ് എടുത്തും പറഞ്ഞൊരു സംഭവമാണ്, പഠിക്കുന്ന എന്തിനാന്നുള്ളൊരു കാര്യം.
അപ്പം സ്റ്റുഡൻസ് പല ആൻസേഴ്സ് പറഞ്ഞു. സാറ് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, സാറല്ല ഈ ആബിദായിരുന്നു പറഞ്ഞത്, ലൈക്ക് എഡ്യൂക്കേഷൻ എന്താണ് നമ്മളെ ക്യാമ്പിലായിരുന്നു പറഞ്ഞത്, സോഷ്യൽ ഗുഡിന് നമ്മൾ സ്റ്റുഡൻസ് പഠിക്കുന്നതിനാണ്, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച് ജോലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സൊസൈറ്റി ഇപ്പം ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കമ്പനി ഈസ് വർക്കിംഗ് കൊണ്ട് അനദർ പ്രോബ്ലം, നമ്മൾ അതിനൊരു സബ്സെറ്റാണ് ആവുന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ സൊസൈറ്റിയാണ് ഗ്രോ ആവുന്നത്. പക്ഷെ ആ ഒരു നോഷനെ മാറി, എല്ലാവരെയും ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു, ആ ഒരു കൺസെപ്റ്റാണ്. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എല്ലാം നമ്മളെ മൈൻഡ് ആ പ്രോബ്ലത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നു, പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിലോട്ടൊരു തിങ്കിങ് പോകുന്നില്ല. കാരണം ക്രിയേറ്റിവിറ്റി ഡൗൺ, ക്രിട്ടിക്കൽ തിങ്കിങ് ഡൗൺ, ദേ ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച് ടു എ സൊല്യൂഷൻ, ദേ ആർ ബേസിക്കലി ലൈക്ക് വർക്കിംഗ് ലൈക്ക് എ റോബോട്ട്സ്. അപ്പോൾ കാരണം ഇപ്പം ഞാൻ ChatGPT കാണാതിരുത്ത് എനിക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. ഇപ്പം ഞാൻ നോക്കാൻ നേരത്ത് ഇപ്പോൾ ഞങ്ങളെ വെച്ച് നോക്കാൻ നേരത്തും ഞങ്ങൾ ChatGPT പോലെ വർക്ക് ചെയ്യുക, പറയുന്നു കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ChatGPT കുറച്ചുകൂടെ ഹ്യൂമൻലി ആയിട്ട് തോന്നും. ഞാൻ ChatGPT അടുത്ത് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ തരാം, അതിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പം അത് ഭയങ്കര ഷോക്കിംഗ് സാധനമാണ്. സോ ഐ വണ്ടേർഡ് ലൈക്ക് ദെൻ എന്ത് എലമെൻ്റ് കൊണ്ട് നമ്മൾ ഹ്യൂമൻസിനെ വിളിക്കാൻ പറ്റും, വി ക്യാൻ ഡു സച്ച് എ തിങ്. ടെക്ക് ചെയ്യാൻ അതിപ്പം ChatGPT കൊണ്ട് ചെയ്യാൻ പറ്റിക്കുമോ നമുക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ ബോട്ട്, ഒരു ഫ്രണ്ട് ആൻഡ് സൈറ്റ് ഫുള്ള് ബോട്ടിനെ കൊണ്ട് ഉണ്ടാക്കി തരാൻ പറ്റും. ദെൻ അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് മേക്സ് us ഹ്യൂമൻസ് നൗ? ഇങ്ങനെ പഠിച്ച് പ്രൊഫഷണലായിട്ട് ഭയങ്കരമായിട്ട് പോയി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കില്ല് ചെയ്തിട്ട് സക്സീഡ് ചെയ്യാന്ന് പറയുന്നത് പോകുന്ന ആൾക്കാർക്കുള്ളൊരു തിരിച്ചടിയാണ് ഈ സാധനങ്ങൾക്ക്. ദെൻ വാട്ട് മേക്സ് us ഹ്യൂമൻസ് നൗ? ഇങ്ങനത്തെ കുറേ തോട്ട്സ് എന്നെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ക്യാമ്പസിൽ ഡിസ്കസും ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബെറ്ററായിട്ട് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ. എൻ്റെ ഫ്രണ്ട്സ് അഭിജൻ എടുത്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചത്തെ സംസാരം അതായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഇമോഷൻസ് എങ്ങനെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടുത്തെ. വി ഹാഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. പ്രൊഫഷണൽ ഗ്രോത്തൊക്കെ ഓക്കെ തന്നെ, ബട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം അതും പോകുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ അതിനും ഡൗൺ ആവും, ഇതും പോകുന്നില്ല ഇതും ഡൗൺ ആവും. കാരണം നെഗറ്റീവ് സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ അതിൽ കയറി പിടിക്കും. ഹ്യൂമന് ടെൻഡൻസി അതാണ്, നെഗറ്റീവ്സിൽ പെട്ടെന്ന് ഫോക്കസ് പോകും. എന്നാൽ പോലും ഫോക്കസ് പോയാലും കുഴപ്പമില്ല, ആ നെഗറ്റീവിനെ നമുക്ക് വേണ്ടുന്ന രീതിക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവല്ല, ആ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ ഇപ്പോഴത്തെ നെക്സ്റ്റ് ഇപ്പം അടുത്ത ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിലോട്ട് ആയാൽ പോലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കാര്യങ്ങൾ പോവുക. ദാറ്റ്സ് ദ മെയിൻ തിങ്. കാരണം ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങളുടെ ടേക്ക്? എൻ്റെ ടേക്കും ആക്ച്വലി ഏകദേശം സിമിലർ ആണ്. കാരണം ഞങ്ങളിത് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, എസ്പെഷ്യലി 2 weeks ബിഫോർ. ലൈക്ക് ആ ഗ്യാപ്പിൽ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾ ഓരോ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോഴും ഓരോ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോഴും ലൈക്ക് ഒരുപാട് ബേൺഔട്ട്സ് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എല്ലാം പറയുന്ന ലൈക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സാധനം. ആക്ച്വലി അതൊന്നും ആദ്യം ഞാൻ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് ലൈക്ക് എനിക്കാണെങ്കിൽ ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ഭയങ്കര റിസർച്ചൊക്കെ നടത്തി അതിനെ അറിയാം, കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആക്ച്വലി വന്ന സമയത്ത് ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിരുന്നു, പ്രതീക്ഷ സംഭവം കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതുമായിട്ട് സെറ്റായി. അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ലൈക്ക് എനിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് തന്നെ ലൈക്ക് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ തുടങ്ങി. കമ്മ്യൂണിറ്റീസ് ഉപരി ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് മാക്സിമം ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹാക്കത്തോൺസ് ഒക്കെ ഒരുപാട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഒരുപാട് റിജക്ഷൻസ് കാര്യങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് ഞാൻ നല്ലൊരു ബുക്കൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു, ഓരോ ദിവസത്തെ റിജക്ഷൻ എഴുതി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലൈക്ക് ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് ആക്ച്വലി എനിക്ക് ഒരുപാട് ബേൺ ഔട്ട്സ് കാര്യങ്ങളൊക്കെ പോയി. കാരണം വെച്ചാൽ ഈ ലൈക്ക് നമ്മളെ ഒരു പാത്തിൽ ഒരു 4 years റൂളിൽ പല കാര്യങ്ങളും സംഭവിക്കാം. ഫസ്റ്റ് ഇയർ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവാം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം എന്തായാലും പോകുന്നത്. അപ്പോൾ ലൈക്ക് ഞാനിത് ഓൾറെഡി സർവൈവ് ചെയ്യാനുള്ള രീതിയിൽ എന്താണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ലൈക്ക് എന്തൊക്കെയോ ലീഡ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഇമോഷൻസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ലൈക്ക് സെൻസിറ്റീവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ ബേൺ ഔട്ട് എന്ന് പറഞ്ഞ സാധനം പല സാഹചര്യത്തിൽ പല രീതിയിൽ വരാം. ലൈക്ക് ഒരു വർക്കിൻ്റെ പ്രഷറാണ്, അല്ലെങ്കിൽ ആ ഒരു ബേൺ ഔട്ട് സാധനമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ലൈക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് ബ്രേക്ക് എടുത്തിട്ടൊക്കെ നേരെയാവാം. പക്ഷേ ഇത് ഒരുപാട് ഇമോഷണലി സാധനങ്ങളാകുമ്പോഴത്തേക്കും ആക്ച്വലി ഒരാൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരില്ലെങ്കിൽ നമുക്ക് വലിയ സാധനം എക്സിസ്റ്റ് ചെയ്ത് പോകാൻ. എസ്പെഷ്യലി ക്ലാസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ക്ലാസ്സിലാണെങ്കിൽ ഇപ്പം എല്ലാവരും അബിന് പറഞ്ഞു വിട്ട് ലൈക്ക് പഠിക്കണം പോകണം ലൈക്ക് അവർക്കൊരു സത്യം പറഞ്ഞ ഗോളുണ്ട്, ജോബ് മേടിക്കണം. പക്ഷേ ഏത് ജോബാ
ഐഡിയ ഇല്ല. ലൈക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പൊക്കോണ്ടിരിക്കുക. ലൈക്ക് ഞാൻ ലൈക്ക് എൻ്റെ ക്ലാസ്സിൽ വന്ന സമയത്ത് ഓരോരുത്തരും ഓടിയാണെന്ന് ചോദിക്കായിരുന്നു ലൈക്ക് വാട്ട് ഇസ് എ ഡ്രീം, വാട്ട് ഗോണ ഡു ഇൻ ഫ്യൂച്ചർ, എന്ത് ചെയ്യുക, ലൈക്ക് 10 years കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും. ആക്ച്വലി ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഞാൻ അവിടെ പോയി ചോദിക്കുക ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ആർക്കും സത്യം പറഞ്ഞ ആൻസർ ഇല്ല. ലൈക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ പോവുക. ആക്ച്വലി സെറ്റ് ഓഫ് സാധനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈക്ക് സംഭവം നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ സാധനം ഇങ്ങനെ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ സത്യം പറഞ്ഞാൽ K2 ഞാൻ കുറ്റം പറയില്ല. കാരണം K2 ലൈക്ക് ഒരു സിസ്റ്റത്തിനെ ഫുള്ള് കാര്യങ്ങളും ലൈക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന് പെർഫെക്റ്റ് ആക്കണമെന്ന് ഞാൻ പറയില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണും, സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ ലൈക്ക് അങ്ങനത്തെ കേസിൽ കമ്മ്യൂണിറ്റീസ് ലൈക്ക് ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കാന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ 2 സംഭവങ്ങളും കാണും. ലൈക്ക് അക്കാഡമിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് നമുക്ക് വേണ്ട ക്വാളിറ്റി സാധനങ്ങളുണ്ട്. ലൈക്ക് മോർ ദാൻ അക്കാഡമിക്സ് നമുക്ക് വേണ്ട ലൈക്ക് ഇമോഷണലി വേണ്ട കാര്യങ്ങളും സർവൈവ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കമ്മ്യൂണിറ്റീസ് വഴി സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ആക്ച്വലി എസ്പെഷ്യലി ടിങ്കർ ഹബ് ലൈക്ക് എല്ലാ കമ്മ്യൂണിറ്റീസ് അടിപൊളിയായിട്ട് അവരുടെ പാർട്ട് ചെയ്യുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ വിഷന് കാര്യങ്ങളുണ്ട്. ആക്ച്വലി ലൈക്ക് ടിങ്കർ ഹബ് സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇറ്റ്സ് മോർ സാറ്റിസ്ഫൈഡ് ഫോർ മീ ആൻഡ് മൈ ലൈക്ക് പീപ്സ് അറൗണ്ട് മീ. ആക്ച്വലി ഇപ്പം ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവൻറ്റ്സിന് പോകുമായിരുന്നു, ഞാൻ മാത്രമേ പോകുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ സിറ്റുവേഷൻ ഇതായിരുന്നു. ലൈക്ക് ടെക് സൈഡ് ഇച്ചിരിയെങ്കിലും അറിയാവുന്ന കാര്യം എന്നെ തന്നെ പൊക്കി പഠിക്കുള്ളൂ നല്ല. അപ്പോൾ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തിനാ പോകണം, ലൈക്ക് ആ ഒരു ഐഡിയ ഇല്ല സംഭവം. ആക്ച്വലി ആ സമയത്ത് എനിക്കൊന്ന് ടിങ്കർ ഹബ് റീബിൽഡ് സാധനം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കേസിലൊരു സംഭവമാണത്. പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ട് എനിക്ക് മാറ്റം കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇയറിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ കുറേ പേര് ലൈക്ക് ആ വിഷൻ കുറച്ചും കൂടെ ക്ലിയർ ആയി തോന്നുന്നു ടിങ്കർ ഹബിൻ്റെ. അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് പഠിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഈവൻറ്റ്സിന് വന്നു. ഇന്നലെ 2 പേര് വന്നിട്ട് പോയി. ലൈക്ക് ഇന്നലെ നമുക്ക് ടിങ്കർ ഡേ ഉണ്ടായിരുന്നു. ടിങ്കർ ഡേക്ക് 2 പേര് അറ്റൻഡ് ചെയ്തിട്ട് പോയപ്പോൾ തന്നെ എനിക്കെന്തെങ്കിലും ചെയ്യണം. ആക്ച്വലി ഇത്രയും 2 years കഴിഞ്ഞു ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ട് കിടന്നു. ലൈക്ക് ഒരു ഇതില്ല. പക്ഷേ ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ അവർക്കൊരു ഐഡിയ വന്നു, ലൈക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല. അവർക്ക് ആ ഒരു ലൈക്ക് തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി അപ്പോൾ ലൈക്ക് K2 സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക. ലൈക്ക് അതിൻ്റെ കൂടെ ഈ കമ്മ്യൂണിറ്റീസ് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് വി ക്യാൻ ബിൽഡ് സംതിങ് ഹ്യൂജ് ടുഗെദർ. അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി. ലൈക്ക് ഡേ ബൈ ഡേ എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ലൈക്ക് ഒരു പിയർ ടു പിയർ ലേണിംഗ് സാധനം അത് നമ്മൾ കമ്മ്യൂണിറ്റീസ് വഴി നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ലൈക്ക് ഇനി അങ്ങനെ തന്നെ പോവുക. ബാക്കിയെല്ലാം ആ ഒരു ഫ്ലോയ്ക്ക് തന്നെ പോട്ടെ. സോ ഇതാണ് എൻ്റെ ഒരു ടേക്ക്. മാക്സിമം എനിക്ക് 20-21 years ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? എനിക്ക് അഷ്യൂർഡായിട്ട് പറയാൻ പറ്റുന്നത് ഒരു 2 years കൂടെ മുന്നേ ഉള്ള കോളേജിൽ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ വി നെവർ യൂസ് ടു ഹാവ് ഇങ്ങനത്തെ കോൺവെർസേഷൻ. സോ സംടൈംസ് ഇറ്റ്സ് ലൈക്ക് ഇത് ഫോർ മീ ദാറ്റ് നിങ്ങൾ ഇത്രയും ആലോചിക്കുന്നുണ്ട് അബൌട്ട് ഫ്യൂച്ചർ, അബൌട്ട് പീപ്പിൾ അറൗണ്ട് യു, അബൌട്ട് ദ വേൾഡ്, നാളത്തെ ലോകം, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഇത്രയും ആലോചിക്കുന്നുണ്ടെന്നുള്ളത് ഇസ് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ് ഫോർ എനി വൺ. ഞങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വി ഫീൽ ദാറ്റ് വേ. ബട്ട് ഇത്രയും ഒക്കെ നിങ്ങൾ അക്കാഡമിക്സും പ്രൊജക്ട് ബിൽഡിംഗ്, പ്ലേസ്മെൻറ്റ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയാണ് യു ആർ തിങ്കിങ് അബൌട്ട് അനദർ പേഴ്സൺ, കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കോളേജ്, അവിടുത്തെ സ്റ്റുഡൻസ് ബെറ്റർ ആക്കണം എന്നുള്ളത്. സോ ഐ വാണ്ടഡ് ടു നോ നിങ്ങളുടെ ബേൺ ഔട്ട് സ്റ്റേറ്റസ് എന്താണ്? ഹൗ ഡു യു മാനേജ് ടൈം? ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് ആർ യു ആക്ച്വലി ബേൺഡ് ഔട്ട് കോർ ടീമിൽ? നിങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങൾ? ഇപ്പം ബേൺ ഔട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അക്കാഡമിക്സിലൂടെ തന്നെ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ചെയ്തതിൻ്റെ ആയാലും അല്ലെങ്കിൽ പ്രൊജക്ട്സ് ചെയ്തതിൻ്റെ ആയാലും എല്ലാം കൂടെ ഇപ്പം ക്യാമ്പസ് അസൈൻമെൻറ്റ്സ്, റെക്കോർഡ്സ്, മിനി പ്രൊജക്റ്റ് ഇതെല്ലാം കൂടെ വരും. ഡെഡ് ലൈൻസ് വരും. അതിൻ്റെ കൂടെ തന്നെ ഇവൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ക്യാമ്പസായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ട്സ് ഇതെല്ലാം കൂടെ വരാൻ നേരത്ത് ഈ ബേൺ ഔട്ട്സ് തോന്നുന്നതെന്ന് വെച്ചാൽ ചെയ്യുന്നതിൻ്റെ അല്ല, മൈൻഡ് ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ ഒരു സാധനം എടുത്തു, അപ്പോൾ ഉടനെ അടുത്ത തോട്ടം ദാറ്റിങ് ഇസ് ദെയർ. അപ്പം അത് നടക്കുന്നതിൻ്റെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ സ്റ്റേറ്റ്. അവസാനം എല്ലാം ചെയ്ത് സെറ്റാക്കി ചെയ്ത് പോകും. കാരണം നമ്മളൊരു സെറ്റ് ഓഫ് മെൻ്റൽ എഫേർട്ട് അവിടെ ഇടുന്നുണ്ട്. ആ ഒരു തോട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ മെൻ്റലി കുറച്ച് എനർജി അതിൽ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ക്ലിയർ ആവും. ഇത് തന്നെ റെപ്പറ്റീവായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്റ്റേജ് എത്തുമ്പം എക്സോസ്റ്റഡ് ആവും. ആ മെൻ്റലി പുട്ട് ചെയ്യാനും എനർജി ഇല്ല ആ ഒരു സ്റ്റേജ്. കാരണം പിന്നെ എത്ര ട്രൈ ചെയ്യാനും പറ്റുന്നില്ല. ലൈക്ക് അങ്ങനെ വരാൻ നേരത്ത് റെസ്റ്റ് എടുക്കും. പിന്നെ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനത്തെ സ്റ്റാറ്റസ് വരാൻ നേരത്ത് പോലും കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് നടത്താൻ നേരത്ത് എൻ്റെ ടീമിനടുത്ത് വരാൻ നേരത്ത് സംസാരിക്കാൻ നേരത്ത് ഫുള്ളി ഫ്രഷ് ആവും. കാരണം ലൈക്ക് ആ ഒരു ഫെമിലിയർ ഫീലിംഗ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു തിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയോണ്ട് തന്നെ ഒരു ബേൺ ഔട്ട് വന്നാൽ പോലും
ഒന്ന് സംസാരിച്ചാൽ ഫ്രഷ് ആവും. പിന്നെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാടങ്ങ് വീട്ടിലോട്ട് ഇരിക്കുന്ന ഇപ്പം എക്സാം ടൈംസ് അല്ലെങ്കിൽ ഇപ്പം ക്യാമ്പസിൽ തന്നെ ഞാൻ ഡേ സ്കോളറാണ്. പോയി വന്നിട്ട് എനിക്കൊരു ഏതാനും മണിക്കൂറേ കിട്ടത്തുള്ളൂ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. രാവിലെ ഒരു 7 AM ഇറങ്ങും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ എത്തും. സോ ഇതിന് ഇടയ്ക്കുള്ളൊരു സമയം ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടും. ആ സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അപ്പം ചില സമയത്ത് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാതെ എടുത്ത്. എസ്പെഷ്യലി 3rd ഇയർ ആയതുകൊണ്ട് മിനി പ്രോജക്റ്റൊക്കെ വന്നപ്പോൾ തന്നെ ഇപ്പോഴാണ് കുറച്ചുകൂടെ ബേൺഔട്ട്സ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. മറ്റത് വന്നാലും നമ്മൾ മാനേജ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പം കമ്മ്യൂണിറ്റിയുടെ സ്പീക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് പോകുന്നു. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ടും ഈ എക്സാംസ് വരാനൊരു സമയത്തായാലും ഇപ്പം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഒരു സമയം, സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വേറൊരു സമയം. അപ്പം ഒരു ആൾ അവൈലബിൾ ആവും, മറ്റേ ആൾ അവൈലബിൾ ആവുന്നില്ല. അപ്പോൾ ഒരു ടോക്സ് നടക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം കമ്മ്യൂണിറ്റി ടോക്സ് ഗ്യാദർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരിടത്ത് നമ്മൾ സീരിയസ്ലി ആ ഒരു ബേൺ ഔട്ടിലോട്ട് പോകും. അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും നമുക്കൊരു നല്ല രീതിക്ക് ഒരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ റൊട്ടീൻ തന്നെ ഫുള്ളി മെസ്റ്റപ്പ് ആവും. എന്നാൽ നമ്മൾ പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം രാവിലെ എണീക്കുന്നുണ്ട്, പക്ഷേ കിടക്കുമ്പോൾ 12 മണിയാവുന്നു. എന്നാലും രാവിലെ എണീക്കുന്നുണ്ട്. അപ്പം പിന്നെ ദിവസം ഫുള്ള് ടയേർഡ്. എന്നാൽ നേരത്തെ കിടക്കുന്നുണ്ട്, പക്ഷെ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് കാണാൻ നേരത്ത് റൊട്ടീൻ മെസ്റ്റപ്പ് ആവുന്ന കാണും വീണ്ടും നമ്മൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ. അപ്പം വീണ്ടും അടുത്ത തോട്ട് ഇങ്ങനെ പോയാൽ ഞാൻ കാരണം പാസ് ഔട്ട് ആവാറായി, എൻ്റെ ഒരു റൊട്ടീൻ എപ്പോഴും ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ ആ ശീലം അങ്ങനെ ആയി പോവും. അപ്പോൾ ഈ തോട്ടും കൂടെ ആഡപ്പ് ആവാൻ നേരത്ത് വീണ്ടും അടുത്ത തിങ്. സോ എൻ്റെ ഒരു പേഴ്സണൽ തിങ് അതിന് ഞാൻ കൗണ്ടർ ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. ഒരു സാധനം ഫിക്സ് ചെയ്ത് പോവാതെ ഞാൻ എണീക്കുന്നു, ഒരു സമയത്ത് എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്താ ചെയ്യണം അപ്പം തീരുമാനിക്കുക, അത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം പ്ലാൻ ചെയ്യുക. സോ അപ്പം കുറച്ചുകൂടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അങ്ങ് കുറഞ്ഞ് ഒരു സാധനം ഒരു നാളത്തേക്കുള്ള റൊട്ടീൻ ഫുള്ള് ഷെഡ്യൂൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ നമ്മൾ ഡൗൺ ആവും. അതിന് പകരം ഒരു സാധനം മാത്രം പ്ലാൻ ചെയ്ത് രാവിലെ എക്സസൈസ് ചെയ്യുക, എണീറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കുന്നത് വാട്ട്സ് നെക്സ്റ്റ്. അപ്പോഴത്തേക്കും ആ ഒരു ബേൺ ഔട്ട് ഉണ്ടാക്കാൻ കാരണമാകുന്ന തോട്ട്സ് കുറഞ്ഞു. ഈവൻ ദോ സ്റ്റിൽ ബേൺ ഔട്ട്സ് ഉണ്ട്, എന്നിട്ട് ദാറ്റ്സ് ദ റിയാലിറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ഫാമിലിയുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടായാലും അവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതില്ല. കാരണം സിലബസ് വെച്ചിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സിറ്റുവേഷൻ അങ്ങനെയായി പോകുന്നതാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ നിൽക്കുന്നതുകൊണ്ടും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാം പ്രോബ്ലമായിട്ട് തന്നെ തലയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണി വ്യൂ ചെയ്യുന്ന എവറിത്തിങ് ഈസ് എ മെസ്, ലൈഫ് ഈസ് സോ ഷിറ്റ്, ഇങ്ങനെ പോയൊന്നും ആവത്തില്ല, എനിക്കൊന്നും ആവാൻ പറ്റത്തില്ല, അങ്ങനെ ആയിപ്പോവും. പക്ഷേ ഈവൻ ദോ അതിലുള്ള ഉണ്ട് എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണും. വി ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്. അത് നോക്കാൻ ഞാൻ റെഡി ആവാറില്ല കുറേ ആൾക്കാർ. ആ ഒരു റേ ഓഫ് ലൈറ്റ് നമ്മൾ കണ്ടെത്തുക, ഇല്ലെങ്കിൽ പോലും ഒരെണ്ണം നമ്മളും ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ചെയ്യാറുള്ള കാര്യം ഇതാണ്. എത്ര ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് സിറ്റുവേഷൻ പോയാലും ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. കാരണം ഒരു ഹോപ്പിൻ്റെ ഒരു എലമെൻറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആവും. പിന്നീട് അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ചിലപ്പം ഇല്ലാത്തൊരു കാര്യം അവിടെ ഉണ്ടാവും. ഒപ്പം ഞാൻ ആദ്യം മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തു ഇതിനൊരു ഹോപ്പ് എന്ന് പറഞ്ഞ കാര്യം. ആ വിശ്വാസത്തിൽ ഞാൻ ആക്ഷൻസ് എടുക്കാൻ നേരത്ത് അവിടെ റിയലി അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ആവും. അതാണ് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം. സോ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആലോചിക്കായിരുന്നു പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അഭിനയനെ പരിചയപ്പെടുന്നത്. എനിക്ക് ഒരുപാട് ലൈക്ക് മൈൻഡഡ് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. ആക്ച്വലി ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്താന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നോർമൽ ടിപ്പിക്കൽ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെ പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഓക്കെ, ആ ഒരു സംഭവമായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റീസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ലൈക്ക് എ ഫാമിലി. പിന്നെ ലൈക്ക് മൈൻഡ് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ അക്കാഡമിക് സാധനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കയറി വരുന്ന സാധനമായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഡെഡ് ലൈൻ കാണിച്ചു, ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ സാധനങ്ങൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഏറ്റവും ഇവരുടെ ഡെഡ് ലൈനും ഏകദേശം മെസ്റ്റപ്പ് ആവാറുള്ള ഒരു സാധനങ്ങളാവും. അപ്പോൾ പുള്ളി നമ്മൾ ആക്ച്വലി ബേൺ ഔട്ട് ആവും.
അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ലൈക്ക് ആസ് എ സിംഗിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആളെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആക്ച്വലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ലൈക്ക് ഓഫായി പോയേനെ. ഓക്കെ, അപ്പോൾ ലൈക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് അഭിമന്യു ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ലൈക്ക് അഭിമന്യു ജൊഹാൻ ലൈക്ക് വരാൻ പറ്റിയില്ല. സോ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി കുറച്ചും കൂടെ ഞാൻ ലീഡായി പോകുന്നത്. ലൈക്ക് ചില സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ ആക്ച്വലി ആൾക്കാർ വേണം. ലൈക്ക് ഇങ്ങനത്തെ പ്രഷർ വന്ന് ലൈക്ക് അറ്റ് പീക്ക് സ്റ്റേജ് എത്തിയ സമയങ്ങളുണ്ട്. ആക്ച്വലി ലൈക്ക് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്ന ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റ് പ്രൊഡക്റ്റ് ഞാൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് റെക്കോർഡ് എല്ലാം കൂടെ ആക്ച്വലി ഞാൻ അമ്മയെ കൊണ്ട് എഴുതിപ്പിച്ച കഥ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലൈക്ക് സംഭവം എന്ന് വെച്ചാൽ ഫുള്ളി മെസ്റ്റപ്പ് സാധനങ്ങളാണ്. അപ്പം അങ്ങനത്തെ കേസിൽ കമ്മ്യൂണിറ്റീസ് ലൈക്ക് ഇറ്റ് വിൽ ബി പ്ലേയിങ് എ റിയലി മേജർ പാർട്ട് ഇൻ ദിസ്. സോ അതാണ് എൻ്റെ ഒരു ഇൻപുട്ട് പറയാനുള്ളത്. എനിക്കൊന്ന് ലാസ്റ്റ് വീക്കാണ് കുര്യനും ഗോപികയും അലീറ്റയും ക്യാമ്പസിൽ വന്ന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലാണ് ഇവർ ഫോട്ടോ ഇട്ടത്. എനിക്കല്ല, ഔട്ട്റീച്ച് ലീഡാണ് അവാർഡ് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായി. രണ്ടുപേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന്. സോ നിങ്ങൾക്ക് കോളേജിൽ വന്ന് ആ അവാർഡ് നിങ്ങൾക്ക് തന്ന് എന്തായിരുന്നു നിങ്ങളുടെ ഫീലിംഗ് ആൻഡ് ഫാക്കൽറ്റിയുടെയും പ്രിൻസിപ്പളിൻ്റെയും ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫൗണ്ടേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് അത് ഗിഫ്റ്റ് ചെയ്തപ്പോൾ ഹൗ ഡിഡ് ഇറ്റ് ഫീൽ? ആക്ച്വലി ഞങ്ങളൊരു ഫീലിങ്സ് ഞാൻ പറയാം, പിന്നെ ഫാക്കൽറ്റിയുടെ പറയും. ഓക്കെ, ആക്ച്വലി ഞങ്ങളെ ഫീലിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി വി ആർ ലൈക്ക് എണീറ്റ് ഓടണോ ചാടണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഭയങ്കര എക്സൈറ്റഡ് സാധനമായിരുന്നു. ലൈക്ക് ഓരോ സമയം ഇങ്ങനെ കുര്യനെ വിളിക്കും എവിടെത്തി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കുര്യൻ ഒരാണ് ഇപ്പോൾ എത്താറോ എന്ന് പറയുമ്പോഴത്തേക്കും അതിലേക്ക് ഞങ്ങൾ എത്തും. അപ്പോൾ ഞങ്ങൾ പൂവ് അടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മിസ്സിൻ്റെ അടുത്ത് പെർമിഷൻ സെറ്റാക്കുന്നു. അപ്പോൾ മിസ്സ് ലൈക്ക് അത് ലൈക്ക് അന്ന് ബ്ലഡ് ഡൊണേഷൻ സാധനം എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്സും ഭയങ്കര ബിസി ആയിരുന്നു. ഇതിനിടയ്ക്ക് മിസ്സിനെ ബുദ്ധിമുട്ടിച്ച് എല്ലാവരും ലൈക്ക് നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഗ്രാൻഡ് എൻട്രി കൊടുക്കണം, ഒരു ഭയങ്കര സംഭവം ആക്കണം, ഇവൻറ്റ് സക്സസ് ആക്കണം. ആ ഒരു ഭയങ്കര എക്സൈറ്റഡ് സാധനം ഇട്ടിരിക്കുക. അപ്പോൾ ലൈക്ക് ഇങ്ങനെ എന്നപ്പോഴത്തേക്ക് കുര്യൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ലൈക്ക് ഞാൻ പുറത്തുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്ത് ആക്ച്വലി 12 മണിക്ക് വരെ എന്ന് പറഞ്ഞാൽ ഒരു 2 hours മുമ്പേ എത്തി കുര്യൻസിൻ്റെ ഡെഡിക്കേഷൻ. സോ ഞങ്ങൾ വെച്ച് എത്തിയോ ലൈക്ക് ഫുള്ളി സംഭവം ഇതായിപ്പോയി. അപ്പോൾ ലൈക്ക് ഓവർ എക്സൈറ്റഡ് ആയി. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ പ്രിൻസിപ്പളിനെ വലിച്ചുകൊണ്ട് വന്നു. പ്രിൻസിപ്പൾ വന്നു. ആൻഡ് ആക്ച്വലി ഭയങ്കര എക്സൈറ്റ് ഫീൽ ആയിരുന്നു. ലൈക്ക് ആ ഒരു ഗിഫ്റ്റ് അവാർഡ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആക്ച്വലി കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ പിന്നീട് ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ഈ ഒരു 7 മാസത്തിനുള്ളിൽ ഒരുപാട് ആ പരിപാടികളായാലും ലൈക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. ഒരുപാട് സാധനങ്ങൾ ക്രിയേറ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി. ലൈക്ക് പിന്നെ ഞങ്ങളെ കേസ് പറയാം, ലൈക്ക് നിങ്ങൾ ഒരു കോർ ടീം എന്നുള്ള രീതിയിൽ യൂണിറ്റി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയ ടീംസാണ്. ആക്ച്വലി അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഈ ക്യാമ്പസത്തെ മത സാധനം എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ടു ബി ട്രൂ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ആക്ച്വലി ആയെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. ആയോ ലൈക്ക് ആക്ച്വലി ഞങ്ങളതിൻ്റെ ഡിസഡ്വാൻറ്റേജ് രീതി പറയല്ല. ആക്ച്വലി ഞങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് ആ ഒരു മൈൻഡിൽ നിന്ന് ക്യൂരിയസ് ആയിട്ട് നിന്ന് പുതിയ ആൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ യൂണിറ്റിയുടെ കേസ് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ ലൈക്ക് ഒരു ടീമുണ്ടെന്ന് വെച്ചു, ഇപ്പം എല്ലായിടത്തും കമ്മ്യൂണിറ്റി ഉണ്ട്, എക്സിക്കംസ് ഉണ്ട്, കോർ ടീം സംഭവങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി എല്ലാവരും നമ്മളോടൊക്കെ ഹൈ വരാത്ത അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് താട്ട് വരാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ടീമിലെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും എവിടെയും വിളിച്ച് പറയാൻ പറ്റും. ലൈക്ക് ആ യൂണിറ്റി സംഭവങ്ങളാണ്. എല്ലാവർക്കും 5 ആൾക്കാരുണ്ട് നമ്മൾ കോർ ടീമിൽ. ആ 5 ആൾക്കാർക്ക് എപ്പോഴും ഹൈ ആയി നിൽക്കണം എന്നില്ല. ലൈക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എക്സാം ആകുമ്പോഴത്തേക്കും ചിലപ്പം 2-3 നേരം ഡൗൺ ആവുന്നവരെ കാണാം ആക്ച്വലി. അപ്പോൾ ടീം സത്യം പറഞ്ഞാൽ മോർ ദാൻ 80% ആൾക്കാർ താഴോട്ട് പോയി. അപ്പം തന്നെ ലൈക്ക് ഈ സാധനങ്ങൾ അപ്പോഴും നമുക്ക് ഇവൻറ്റ്സ് റൺ ആവണം, ഈ പാർട്ടിസിപ്പേഷൻ പോകണം, ലൈക്ക് സ്റ്റുഡൻസിലേക്ക് നമ്മളെ സാധനം എത്തിക്കണം. ലൈക്ക് ആ വിഷൻ്റെ കാര്യങ്ങൾ അപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആ സാഹചര്യത്തിൽ ആക്ച്വലി ഈ 3 പേര് ഡൗൺ ആയി പോയപ്പോൾ ഇവരുടെ ജോലിയല്ലേ, അപ്പോൾ ഇവരെല്ലാം ചെയ്യേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആക്ച്വലി ഞങ്ങളെന്നുള്ള രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് കയറി വരില്ലായിരുന്നു. ആക്ച്വലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്തോ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ ഭാഗത്തില്ല. എല്ലാവരും ലൈക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ വേറൊരാൾ ചെയ്യുന്നു. ലൈക്ക് ഞങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുന്ന ചില സമയം ലൈക്ക് ഫോണൊക്കെ അടിച്ചു പോയ സമയങ്ങളുണ്ടായിരുന്നു. ലൈക്ക് വാസ് റിയലി ഹാർഡ് സിറ്റുവേഷൻ പോയും. അപ്പോൾ പുള്ളിക്കാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ലാപ്പ് മാത്രമേ ഉള്ളവരെ സ്റ്റിൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സാഹചര്യം എല്ലാം ലൈക്ക് റിക്കവർ ചെയ്തു. എല്ലാത്തിനും ഞങ്ങൾ കോൺട്രിബ്യൂഷൻ കൊടുത്തു. പിന്നെ ലൈക്ക് ഞങ്ങളിപ്പോൾ പല ക്രൈറ്റീരിയ ആൾക്കാരെ നിൽക്കുന്നെങ്കിലും ലീഡുണ്ട്, കോ ലീഡുണ്ട്, ഓപ്പറേഷൻ സൈഡ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ WAT വുമൻസ് ഹാൻഡിൽ ചെയ്യുന്നു. ലൈക്ക് അങ്ങനത്തെ സാധനം ഫുള്ളി അങ്ങനെ തന്നെ കൊടുക്കാണ്ട് ഒരാൾ ഡൗൺ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരാൾ കയറി വരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മൊത്തം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരാൾ ഡൗൺ ആവുന്ന സമയത്ത് ഞങ്ങളെ കമ്മ്യൂണിറ്റി ഫീൽ ലൈക്ക് ഈ കോർ ടീമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് യൂണിറ്റി സാധനം ആക്ച്വലി നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാഡമിക് പ്രശ്നത്തിൻ്റെ കേസ് തന്നെ പറയാം. മാളി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അക്കാഡമിക്സിൽ ഭയങ്കര വീക്കായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. ഇപ്പോഴാണ് ഓക്കെ സോറി.
ഇപ്പോഴാണ്. ബട്ട് സ്റ്റിൽ ചില സാഹചര്യം വരുത്തേക്ക് ഒയ്യോടാ എടാ എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോടാ, ലൈക്ക് ഞാൻ ഇങ്ങനെ ഇത്രയും നാൾ ഇങ്ങനെ പഠിച്ചു തന്നില്ല, ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ട്, എനിക്ക് അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവായി. ലൈക്ക് ഞങ്ങളത് ഈ മോട്ടിവേഷനായിട്ട് സ്പീക്ക് എന്നൊക്കെ പറയാം. ആക്ച്വലി എല്ലാവരും അങ്ങോട്ടൊരു ആ ഒരു മോട്ടിവേഷൻ സാധനം ഉള്ളതുകൊണ്ട് ആർക്കും ഒരു സത്യം പറഞ്ഞാൽ കുറവ് കാര്യങ്ങളില്ല. എല്ലാവരുടെയും സാധനങ്ങൾ സോൾവ് ആയി പോകുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പസ് ഓഫ് ദ സാധനം കിട്ടിയത്. ആക്ച്വലി ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാനിലേക്ക്. ഇനി ഞങ്ങൾ അടുത്ത എക്സിക്കം ആവാനും അല്ലെങ്കിൽ അടുത്ത എന്ത് ടീമായാലും എനിക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് ലൈക്ക് അവർ വിഷൻ. സോ യൂണിറ്റി ഇസ് എ വെരി ഗുഡ് പ്ലേഡ് എ വെരി ഗുഡ് പാർട്ട് ഓഫ് ഇൻ അസ്. ആൻഡ് നാളെ നിങ്ങളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ക്യാമ്പസ് community or campus of the month ആവണമെങ്കിലും like we followed this track and we just nailed it. അതെ, ആ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജോഹാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറേ റോസാപ്പൂ, പല പല കളറിലെ റോസാപ്പൂ. ഞങ്ങൾ പ്ലാൻ ചെയ്യും, ഓക്കെ ഇത് കുര്യൻ ചേട്ടൻ, ഇതൊക്കെ ഇത് ചേച്ചിക്ക്, ഓക്കെ അത് ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആരും എക്സ്പെക്ട് ചെയ്തില്ല. ജോഹാൻ്റെ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു. എല്ലാവരും ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പേര് പൂ കൊടുക്കുക, ആ രീതി പോവുക. ആക്ച്വലി ജോഹാൻ വാസ് ലൈക്ക് ആക്ച്വലി കുറേ സാധനങ്ങൾ റിസർച്ച് ചെയ്തെടുത്തു. ലൈക്ക് ഇന്റഗ്രിറ്റി ഇല്ല ആ ക്രിയേഷൻ, ലൈക്ക് ഓരോ കളേഴ്സ് സൂപ്പർ. ലൈക്ക് പരിപാടി ഫുള്ളി ഫണ്ണായിരുന്നു. ഫുള്ളി ലൈക്ക് പ്രിൻസിപ്പൾ എക്സൈറ്റഡ് ആയി. ഇവന്മാർ എന്തൊക്കെയാണ് പറയുന്നത്. യാ ഫാക്കൽറ്റി സൈഡ് പറയുവാണെങ്കിൽ ആദ്യമേ ഇങ്ങനൊരു സംഭവമുണ്ട്, അവാർഡ് റിസീവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യണം പറയുമ്പോൾ സാധാരണ ഒരു ഇവൻ്റ് പോലെ അങ്ങനെ ആയിരുന്നു. പക്ഷേ വന്നു, അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു, സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ലൈക്ക് നമ്മൾ അവാർഡ് ഗിവിങ് സെറമണി. പക്ഷേ പരിപാടി അങ്ങോട്ട് അവാർഡ് റിസീവ് എല്ലാം കഴിഞ്ഞു, ടോക്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫാക്കൽറ്റി ഭയങ്കരമായിട്ട് അങ്ങ് അവർ മോട്ടിവേറ്റഡായി. കാരണം ഞങ്ങളുടെ കോളേജിൽ സത്യം പറയുവാണെങ്കിൽ ഫാക്കൽറ്റിക്ക് ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമായിരുന്നു. കാരണം കുറേ ഫാക്കൽറ്റിയും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാത്ത അവരെ സപ്പോർട്ടുള്ള അത് തരുന്നതിൻ്റെ കാര്യം അവരുടെ സൈഡിൽ നിന്നുള്ള ശ്രമം അതാണ്. ഞങ്ങൾ ചെയ്യുന്ന ഇവൻറ്റ്സിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്നാലും ഇടയുടെ മോട്ടിവേഷൻ, ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരുന്നെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവശ്യമായിരുന്നു. ആൻഡ് ദിസ് അവാർഡ് വാസ് എ മോട്ടിവേഷൻ ഫോർ ദം. ഇപ്പം ന്യൂസ് കൊടുത്തായാലും, കാരണം കുറേ ആക്ടിവിറ്റീസ് കോളേജിൽ നടക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ഇൻക്ലൂസിവിറ്റി കോളേജിന് കിട്ടുന്നില്ല. കാരണം അവിടുന്ന് ഒരു സംഭവം ചെയ്യാനായിട്ട് ദേ ആർ എക്സോസ്റ്റഡ്, ദേ നീഡഡ് എ മോട്ടിവേഷൻ. ആൻഡ് ദിസ് അവാർഡ് എന്ത് പറയുന്നത് അവർക്കൊരു മോട്ടിവേഷൻ ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് തന്നെ കുറേ ഇനിഷ്യേറ്റീവ്സ് നടന്നു. ഇപ്പം പ്രീവിയസ് എക്സിക്കോമിലായാലും കഴിഞ്ഞ ഒരു 1 year ആയിട്ട് ഇപ്പം ജോഹാനായാലും, ഇപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് ആനന്ദ് ബ്രോ, അഭിരാജ് ചേട്ടൻ, ആരോൺ ആയാലും ഞങ്ങളെല്ലാവരും ഈ റിസർച്ച് കൾച്ചറൊക്കെ ബിൽഡ് ചെയ്യാനായാലും അങ്ങനെ കുറേ ഇനിഷ്യേറ്റീവ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൊണ്ട് നടക്കുന്നില്ല, ഫോർവേഡ് ആവുന്നില്ല. പക്ഷെ അന്ന് വന്നു, എല്ലാം ക്യുക്കായിരുന്നു. അന്ന് സ്റ്റാർട്ട് ചെയ്തു, വിത്തിൻ 3 days എല്ലാം സെറ്റായി. കാരണം ആ എനർജി അങ്ങനെ ആയിരുന്നു, ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത്. ഫാക്കൽറ്റീസ് മോട്ടിവേറ്റഡായി, സ്റ്റുഡൻസ് അതിലും മോട്ടിവേറ്റഡായി, ഞങ്ങൾ അതിലും ട്രിപ്പിൾ മോട്ടിവേറ്റഡായി. സോ കുറച്ചുകൂടെ ഇപ്പം മേക്ക് സെൻസ് നാവും. അല്ലെങ്കിൽ ഒരു ഇനി എങ്ങനെ പോകണമെന്നുള്ളതിനെ പറ്റി നല്ല ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈവൻ ഫോർ ദ ഫാക്കൽറ്റീസിനായാലും ഇനി നെക്സ്റ്റ് വരുന്ന പിള്ളേർക്കായാലും. വളരെ എടുത്താണ്. എന്താണ് ഇതുവരെ നടത്തിയ പ്രോഗ്രാം? ഇനി ഫൺ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നടത്തിയ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓർ കമ്മ്യൂണിറ്റി ഇൻ ജനറൽ ഒരു ഫൺ മൊമെൻറ്റ് എന്തായിരുന്നു? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് എന്തായിരുന്നു? ഫൺ മൊമെൻ്റ് ആണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഫൺ മൊമെൻ്റ് എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾക്ക് ടിങ്കർ ഹാക്ക്, ഇവിടുത്തെ ടിങ്കർ ഹാക്ക് നല്ല രസമായിരുന്നു. ലൈക്ക് ഇപ്പം രാത്രിയിലായാലും ലൈക്ക് ഗിത്താറൊക്കെ ഉണ്ടായിരുന്നു. സോ ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാവരും ചുമ്മാ അതൊരു നല്ലതായിരുന്നു. പിന്നെ ഒരു ഫൺ മൊമെൻറ്റ് എനിക്കൊന്ന് ടിങ്കർ ഹാക്കിൻ്റെ തന്നെ, ഞങ്ങളാണെങ്കിൽ രാവിലെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് വന്നിരിക്കുക. അപ്പോഴാണ് അറിഞ്ഞത് ഫാക്കൽറ്റി ഇല്ലാതെ അവർ ചാവി തരില്ലെന്ന്. അങ്ങനെ അവിടെ ഒരു 3-4 മണിക്കൂർ കുത്തിയിരുന്ന്. സോ എന്തിനാ വേണ്ടി. അപ്പോൾ അത് ലൈക്ക് വെറുതെ അന്ന് അപ്പം ഇരുന്നതാണെങ്കിൽ ഇപ്പം ചിന്തിക്കുമ്പം ലൈക്ക് ഒരു മെമ്മറി പോലെ. പിന്നെ അത് ടിങ്കർ ഹാക്ക് വാസ് ദി ഏറ്റവും നല്ലൊരു ഇവൻറ്റ്. ലാസ്റ്റായിട്ട് ഇനി വരുന്ന ക്യാമ്പസ് കമ്മ്യൂണിറ്റീസ്, ഇപ്രാവശ്യം നമ്മൾ 36 ക്യാമ്പസിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് അവരെ നോക്കണം, അവർക്ക് മാക്സിമം ടൈം കൊടുക്കണം എന്നൊരു ഇൻറ്റൻഷനിലായിരുന്നു കട്ട് ഡൗൺ ചെയ്ത് 80+ ഉണ്ടായിരുന്ന ക്യാമ്പസ് കമ്മ്യൂണിറ്റി കട്ട് ഡൗൺ ചെയ്ത് 36 വി മൈറ്റ് ബി ഗ്രോയിങ് നെക്സ്റ്റ് ഇയർ മോസ്റ്റ് പോസിബിളി ഒരു ബിഗർ നമ്പറിലോട്ട്. സോ ഇനി അപ്ലൈ ചെയ്യുന്ന സെറ്റ് ഓഫ് പുതിയ ക്യാമ്പസ് കമ്മ്യൂണിറ്റീസ് ഓർ ബാക്കി ഇപ്പോഴുള്ള ക്യാമ്പസ് കമ്മ്യൂണിറ്റീസിന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പം എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ചെയ്യുന്നില്ല, വൺ തിങ് ഞാൻ പറയുന്നുള്ളൂ, ഒരു ഫാമിലിയൽ ബോണ്ട് കമ്മ്യൂണിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കിയെല്ലാം വഴിയേ വരും. ഇപ്പം ലേണിംഗ് പ്രോഗ്രാംസിന് സ്റ്റുഡൻസ് വരുന്ന ഇഷ്യൂ ആയാലും
അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണമെന്നുള്ള കാര്യത്തിലായാലും എന്താണ് സ്റ്റുഡൻസിന് വേണ്ട കാര്യമായാലും ആ ഒരു ഫെമിലിയൽ ബോണ്ട് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്താണോ അത് അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബാക്കിയെല്ലാം കറക്റ്റാണ് വഴി വരും. സോ ആ ഒരു ഫെമിലിയൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ്സ് വൺ തിങ് ഐ വോണ്ട് ടു ഷെയർ. റിയലി വർക്ക്ഡ് ഔട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട്? അതെ, യൂണിറ്റ് തന്നെ ആയിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇവൻറ്റ് ഞങ്ങൾ നടത്തുകയാണെങ്കിൽ തന്നെ ഇപ്പം എനിക്ക് പറ്റില്ലെങ്കിൽ അത് നമുക്ക് പറയേണ്ട ആവശ്യം പോലും വരത്തില്ല, എടാ എനിക്കിങ്ങനെ പറ്റില്ല, അവരത് അറിഞ്ഞു ചെയ്തോളൂ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആ ഒരു ബോണ്ടുണ്ട്. സോ കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നവജിത്ത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയർ ഞാൻ വന്ന സമയത്ത് ഞാൻ ഭയങ്കര അത് ആപ്പ് ഡെവലപ്പ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്തോ എൻ്റെ ലൈക്ക് ഇപ്പം ഞങ്ങളുടെ ഇയറിലെ ഒരു പ്രശ്നം ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൻ്റെ ആയിരിക്കും, എനിക്ക് കുറ്റം പറയുമല്ല, ബട്ട് സ്റ്റിൽ ലൈക്ക് ആർക്കും വലിയ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം സ്വാഭാവികമായും നമ്മളും അതുപോലെ ആയിപ്പോവും. അപ്പോൾ എനിക്ക് പക്ഷെ ഉണ്ട്, ഇതല്ല എനിക്ക് വേണ്ട, ലൈക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അതില്ലായിരുന്നു. അപ്പം ജസ്റ്റ് അക്കാഡമിക്സ് മാത്രം പോകുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ പോയി, സെക്കൻഡ് ഇയർ പോയി, തേർഡ് ഇയർ ആയപ്പം സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആയപ്പോൾ തന്നെ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇതല്ല. അങ്ങനെയാണ് ഞാൻ ടിങ്കർ ഹബിൽ കയറിയത്. ആൻഡ് അത് കഴിഞ്ഞ് സത്യം പറയാലോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പേരൻസ് മീറ്റിങ്ങിനൊക്കെ എൻ്റെ അമ്മ വന്ന് എല്ലാവരോടും പറയുമായിരുന്നു. ഇപ്പോഴാണ് ലൈക്ക് ഞാൻ ഹാപ്പി ആയത്. നല്ല എക്സ്പീരിയൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ടീമിൻ്റെ ഉണ്ട്. ഇപ്പം അഭിമന്യു ആയാലും അഭിജിത്ത് ആയാലും ഞാൻ ഭയങ്കര ബിഗിനറായിരുന്നു. എന്നാൽ നമ്മൾ ആ ഒരു ഫീല് വരത്തില്ല, ഒക്കെ നിനക്ക് അറിയത്തില്ലേ പറഞ്ഞുതരാം, ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭിജിത്ത് എൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ഫാമിലി ബോണ്ട് ഒരു സംഭവമാണ്. ലൈക്ക് അതായിരിക്കും ലൈക്ക് കോർ ടീം എന്നുള്ള രീതിയിലും ലൈക്ക് ക്യാമ്പസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ലൈക്ക് ഒരു പെർഫെക്റ്റ് സംഭവം. കാരണം ഇപ്പം ഞങ്ങളെ ജൂനിയേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളുടെ കോളേജിൽ. ആക്ച്വലി ഇല്ല, സത്യം പറഞ്ഞില്ല. ഞങ്ങൾ ചെങ്ങന്നൂരൊക്കെ പോയപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ ലൈക്ക് ജൂനിയേഴ്സ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ അവർ ലൈക്ക് ഒരു ഹയറാർക്കി പോലെ സംഭവങ്ങളുണ്ട്, അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ. ആക്ച്വലി ഞങ്ങളെ കോളേജിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ലൈക്ക് ജൂനിയേഴ്സൊക്കെ ഞങ്ങൾ കോളേജ് ആയിട്ട് നടക്കുക, ലൈക്ക് അങ്ങനെ ആകണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് എല്ലാവരും തമ്മിൽ ഭയങ്കര സിങ്ക് ആയിരിക്കും. എപ്പോഴും അത് പരിപാടിയിൽ നിങ്ങൾ ആ ഒരു കൊടുക്കുന്ന എന്തിലാണ് ലൈക്ക് ഐ മീൻ ഓരോ പരിപാടി കണ്ടക്ട് ചെയ്യുന്നതായാലും എങ്ങനെ അവരെ റീച്ച് ഔട്ട് ചെയ്യുന്നു ആ സംഭവത്തിൽ മെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്ത എല്ലാ സാഹചര്യവും അവരിലേക്ക് മാക്സിമം ഇൻപുട്ട് കൊടുക്കുക, അവരുടെ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, ഈ ഒരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് അത് വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു കാര്യത്തിനായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാനും അവർക്കൊരു പേടിയില്ല. എന്ത് കാര്യത്തിന് വേണം റീച്ച് ഔട്ട് ചെയ്യുക. അതിപ്പം ഇടയ്ക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റാണ്. ആക്ച്വലി ഒരാൾക്ക് പഠിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ ഒരു ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആണെങ്കിൽ ആൾക്കാരെല്ലാവരും ചോദിക്കാറുണ്ട്. അത് നാച്ചുറലായിട്ട് വരുന്ന സാധനമാണ്. പക്ഷേ ഈ ഇടയ്ക്ക് വന്നതാണ് ഞങ്ങൾ കണക്കാൻ ആക്ച്വലി ടെക്നിക്കൽ സൈഡിൽ കുറച്ച് കയറി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം ഓരോ ദിവസവും 1 hour വെച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ എക്സാംസ് വരിക അല്ലെങ്കിൽ ഒരു പ്രഷർ ടൈം വന്നാൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നെ അടുത്ത് ഒരു ദിവസം ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് ആക്ച്വലി കുറേ കാര്യങ്ങൾ സംസാരിക്കുക. പുള്ളി ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് സ്പീക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ഇരിക്കുന്നത് ചെയ്യാം, എനിക്കിനി ടെക്ക് വേണ്ട, എന്നെ കൊണ്ട് ഇനി പറ്റൂ, ലൈക്ക് ആ ഒരു അൺസർട്ടനിറ്റി ഫീൽ. ആക്ച്വലി ഇത് എന്നോട് അവൻ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് ഞങ്ങൾ അവിടെ അത്രയ്ക്ക് ഒരു റോള് പ്ലേ ചെയ്തുകൊണ്ടായിരിക്കാം. ഈ സാധനം തന്നെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തൊക്കെ ലൈക്ക് തലവേദനകൾ തലയിലെടുത്ത് വെക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഇറ്റ്സ് നാച്ചുറൽ ഇൻ ദാറ്റ് പ്രോസസ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ലൈക്ക് ഹി റീച്ച് ഔട്ട് ടു മീ ആൻഡ് ഐ വാസ് ഏബിൾ ടു സോൾവ് ദിസ്. ആക്ച്വലി ഞങ്ങളെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ആക്ച്വലി അതൊക്കെ ആക്ച്വലി ഒരു ആക്ച്വലി എന്ത് മൊമെൻ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ fully satisfied or something proud moment. എനിക്കൊന്നും എനിക്കെന്നറിയില്ല, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു സീൻ. ആക്ച്വലി ഇതേ സംഭവം തന്നെ എല്ലാവർക്കും വരാം. അപ്പോൾ ഇതൊക്കെ ലൈക്ക് അവർക്ക് സോൾവബിൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ലൈക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക, അവർക്ക് പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഫാമിലി ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് മെയിൻ സംഭവം. ഞങ്ങളുടെ മോട്ടോ അത് തന്നെയാണ് ഒരു ഫാമിലി ബോണ്ട്. Okay, with that we are wrapping up. Thank you Abhimanyu, Malavika and Abhijit. ഒരു വീക്കെൻഡിനൂടെ വന്ന് യു ആർ സ്പെൻഡിങ് ടൈം വിത്ത് അസ് ആൻഡ് എല്ലാവർക്കും ഗോട്ട് ടു നോ അബൌട്ട് നിങ്ങളുടെ ജേർണി ആസ് എ ക്യാമ്പസ് എങ്ങനെയായിരുന്നു, വാട്ട് ഓൾ തിങ്സ് യു ഡിഡ് ആൻഡ് വാട്ട് ആർ യുവർ വിഷൻ ഫോർ ഫ്യൂച്ചർ എല്ലാം എല്ലാവർക്കും മനസ്സിലായി. ആൻഡ് വിത്ത് ദാറ്റ് വി ആർ റാപ്പിംഗ് അപ്പ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ക്യാമ്പസ് സ്പോട്ട്ലൈറ്റ് സീരീസ്. താങ്ക് യു സോ മച്ച്.